السلام ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ഏറ്റവും ബഹുമാന്യരായ രക്ഷിതാക്കൾ, സഹോദരി സഹോദരന്മാരെ, സഹപ്രവർത്തകരെ, ബഹുമാനായ റബ്ബ് സുബ്ഹാനഹു വ തആല നിയമ നിർദ്ദേശങ്ങൾ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കുവാൻ പരിശ്രമിച്ചുകൊണ്ട് മുത്തഖീകളായി ജീവിക്കണ എന്ന് പ്രത്യേകമായി എന്നെയും നിങ്ങളെയും ഒക്കെ ഓർമ്മപ്പെടുത്തുകയാണ് റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ജീവിതത്തിലെ എല്ലാ മേഖലയിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈറും ബറക്കത്തും എല്ലാം ധാരാളമായി നമ്മിൽ വർഷിക്കുമാറാകട്ടെ. പരിശുദ്ധ റമദാനിനെ ഏറ്റവും നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്തുന്ന മഹാഭാഗ്യവാന്മാരിൽ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രയാസപ്പെടുന്ന രോഗികളായി കഴിയുന്ന ഒട്ടനവധി സഹോദരങ്ങൾ റബ്ബ് സുബ്ഹാനഹു വ തആല എല്ലാവർക്കും ഖൈറും ബറക്കത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. ഏറ്റവും വിശുദ്ധമായ റമദാനിലേക്ക് കടക്കാൻ ഏതാനും ദിവസങ്ങൾ മാത്രമാണ് നമ്മുടെ മുമ്പിൽ ഇനി ബാക്കിയുള്ളത്. അടുത്ത ചൊവ്വാഴ്ച ശഅബാൻ 29. പക്ഷെ അന്ന് ചന്ദ്രോദയമില്ല. സൂര്യനസ്തമിക്കും മുമ്പ് ചന്ദ്രൻ അസ്തമിച്ചു പോകും. അതുകൊണ്ട് സൂര്യാസ്തമിച്ചതിന് ശേഷം പിന്നെ മാസം കാണുക എന്ന ഒരു കാര്യം ഏതായാലും സംഭവ്യമല്ല. അങ്ങനെ വരുമ്പോൾ ബുധനാഴ്ച ശഅബാൻ 30 ആ 30 പൂർത്തിയായി വ്യാഴാഴ്ച റമദാൻ 1 ഇപ്പോഴത്തെ ഒരു ധാരണ. അതിന് മാറ്റം വരാൻ സാധ്യത ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. അസ്തമിച്ചു പോയ ചന്ദ്രനെ പിന്നെ സൂര്യാസ്തമന ശേഷം കാണുക എന്നുള്ളത് ഏതായാലും സംഭവ്യമല്ലല്ലോ. അതുകൊണ്ട് തന്നെ വ്യാഴാഴ്ച റമദാൻ 1 എന്ന് ഏതാണ്ട് നമുക്ക് ഉറപ്പിക്കാവുന്ന ഒരു സാഹചര്യമാണ്. എന്താണെങ്കിലും വലിയ പുണ്യം നിറഞ്ഞ സന്ദർഭത്തെ കാത്തിരിക്കുന്ന ആളുകൾ എന്ന നിലയ്ക്ക് അനിവാര്യമായും അറിയേണ്ടുന്ന ചില കാര്യങ്ങൾ, ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഒന്നാമതായി എന്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ, അതോടൊപ്പം നിങ്ങൾക്കൊക്കെ അതിൽ പങ്കുചേരാനാണ് ഈ ഒരു സംസാരം കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. പറഞ്ഞതും കേട്ടതിനും ഉപരി ജീവിതത്തിൽ അമലാക്കി മാറ്റാൻ നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഏറ്റവും വിശുദ്ധമായ ഒരു മാസത്തേക്ക്, ദിനരാത്രങ്ങളിലേക്ക് പ്രവേശിക്കാൻ കാത്തിരിക്കുന്ന ഈ സന്ദർഭത്തിൽ ഒന്നാമതായി ഞാനും ശേഷം നിങ്ങളുമൊക്കെ അറിയേണ്ടുന്ന, പാലിക്കേണ്ടുന്ന ചില വിഷയങ്ങൾ നമ്മുടെയൊക്കെ ശ്രദ്ധയിൽ ഉണ്ടാകാൻ വേണ്ടി ഇവിടെ സൂചിപ്പിക്കുന്നു എന്ന് മാത്രം. വിശ്വാസ റമദാൻ എങ്ങനെയാകണമെന്ന് ഒരു ഉപദേശം നൽകാൻ, ക്ലാസ് എടുക്കാനുള്ള അർഹത യഥാർത്ഥത്തിൽ നമുക്കാർക്കും ഇല്ല. മുൻഗാമികളൊക്കെ റമദാനെ ഉപയോഗപ്പെടുത്തിയ
അവിടെ ചരിത്രങ്ങൾ വായിക്കുമ്പോൾ ഇത്തരം റമദാൻ ക്ലാസുകൾ പോലും നമുക്ക് ലോകത്ത് തിരിച്ചടിയാകുമോ എന്ന ഒരു ആശങ്കയാണ് പലപ്പോഴും ഞങ്ങളൊക്കെ അതിൽ അനുഭവിക്കാറുള്ളത്. അതുകൊണ്ട് നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ സൂചിപ്പിക്കുന്നു എന്ന് മാത്രം പറഞ്ഞതിലുപരി കേട്ടതിലുപരി ജീവിതത്തിൽ പാലിക്കുവാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. വിശുദ്ധ റമദാനിനെ പലതരത്തിലാണ് ആളുകൾ ഉപയോഗപ്പെടുത്താറുള്ളത്. ചുരുക്കം ചില ആളുകൾക്ക് റമദാൻ പുണ്യങ്ങളുടെ പൂക്കാലമാണ്. നമ്മൾ അങ്ങനെയാണോ എന്ന് എല്ലാവരേക്കാൾ ഏറെ നമുക്കാണ് അറിയുന്നത്. ജീവിതത്തിൽ എത്രാമത്തെ റമദാനാണ് എന്ന് കണക്ക് കൂട്ടാൻ എളുപ്പമുണ്ട്. നമ്മുടെ പ്രായം നോക്കിയാൽ മതി. ഒരു 10, 12, 15 വയസ്സ് വരെയുള്ള കാലം അങ്ങനെ കുട്ടിക്കാലമായി ഒഴിവാക്കിയാലും ബാക്കിയുള്ള 30 കൊല്ലം, 40 കൊല്ലം, 50 കൊല്ലം ഒക്കെ റമദാൻ കഴിഞ്ഞു പോയവരാണ് നമ്മളെല്ലാവരും. ആ റമദാനുകൾ നമുക്ക് എന്താണ് നൽകിയത്? കഴിഞ്ഞ റമദാനിൽ ഞാനൊക്കെ എന്താണ് ചെയ്തത്? ശഅബാനിലില്ലാത്ത, ശവ്വാലിലില്ലാത്ത എന്ത് സവിശേഷതയാണ് എന്റെ ജീവിതത്തിൽ റമദാനിൽ ഉണ്ടായത് എന്ന് നമ്മളൊന്ന് ആലോചിച്ചാൽ തന്നെ കാര്യമായിട്ടൊന്നുമില്ല എന്നതാണ് പലപ്പോഴും അതിന് കിട്ടുന്ന മറുപടി. പകൽ നോമ്പ് നോൽക്കാറുണ്ട്, ഭക്ഷണം കഴിക്കാറില്ല, പള്ളിയിൽ പോയി തറാവീഹ് ജമാഅത്തിൽ പങ്കെടുക്കാറുണ്ട്, കുറച്ചൊക്കെ ഖുർആൻ അധികമായി ഓതാറുണ്ട് എന്നതിനപ്പുറത്ത് വേറെ എന്താണ് നമുക്ക് ജീവിതത്തിൽ ഉണ്ടായത്? ഞാൻ പള്ളിയെ ജമാഅത്തിൽ തന്നെ തറാവീഹ് തന്നെ 1/4 മണിക്കൂർ, 40 മിനിറ്റ്, 50 മിനിറ്റ്, 1 മണിക്കൂറാണ് സാധാരണ നമ്മളൊക്കെ പള്ളികളിൽ തറാവീഹ് ജമാഅത്ത് നടപ്പാകാറുള്ളത്. ഇശാ കഴിഞ്ഞ് തറാവീഹ് കഴിഞ്ഞ് ചിലപ്പോൾ 10 മിനിറ്റ് ക്ലാസ് ഉണ്ടെങ്കിൽ കഴിഞ്ഞ് എന്നാലും 10 മണിയാകുമ്പോഴേക്ക് വീട്ടിലേക്ക് എത്തി വല്ലതും കഴിച്ച് ഒരു 10, 10:45 കിടന്നുറങ്ങുന്നതാണ് നമ്മുടെയൊക്കെ സാധാരണ ഒരു റമദാൻ എന്നുള്ളത്. അതല്ലാത്ത ഒരു റമദാൻ പൂർണ്ണമായും ഹയാത്താക്കി വരുമ്പോൾ നമുക്കാർക്കും ജീവിതത്തിൽ ഓർമ്മ ഉണ്ടാവില്ല. നമ്മൾ പറയലുണ്ട്, ക്ലാസ് വെക്കലുണ്ട്, ഖുത്ബ നടത്താറുണ്ട് എന്നല്ലാതെ അത് അമൽ ചെയ്യുന്നുണ്ടോ വെച്ചാൽ ഇല്ല. അവസാനത്തെ 10 ഇഴ്തികാഫിരിക്കാറുണ്ട് പള്ളികളിൽ. അതും തന്നെ കുറച്ചേരൊക്കെ വിഭാഗത്തുണ്ടാകുമ്പോൾ കഴിഞ്ഞാൽ പിന്നെ എവിടെയൊക്കെ സൈഡായി ഉറങ്ങി ഒരു 2:30, 3 മണിക്കൂർ ജമാഅത്തുണ്ടെങ്കിൽ അതിൽ എഴുന്നേറ്റ് ആ ജമാഅത്ത് കൂടി നിസ്കരിക്കുന്നതിന് അപ്പുറത്ത് അധികമൊന്നുമില്ല. അത് ചെറുതാണ് എന്നല്ല. ഇഖ്ലാസ് ഉണ്ടെങ്കിൽ, ഏത് ശരിയാണെങ്കിൽ അൽഹംദുലില്ലാ നമ്മൾ സ്വീകരിച്ചാൽ അതും വലിയ കാര്യം തന്നെയാണ്. നമ്മളൊക്കെ ഇബാദത്തുണ്ട് എന്ന് വിചാരിക്കുന്ന, റമദാനിൽ ഏറ്റവും വലിയ പുണ്യം സമ്പാദിക്കുമെന്ന് കണക്കാക്കുന്ന ആളുകളുടെ പോലും റമദാൻ എന്നുള്ളത് ഇതിൽ മാത്രം പരിമിതമാണ്. മുൻഗാമികൾ അങ്ങനെ ആയിരുന്നില്ല. ചില ആളുകൾക്ക് റമദാൻ എന്നുള്ളത് പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. ശഅബാനും റമദാനും ശവ്വാലും ഒക്കെ എല്ലാം കണക്ക് തന്നെയാണ്. അതിനപ്പുറത്ത് പ്രത്യേകിച്ചൊന്നും കാര്യമായിട്ടില്ല. ഏറി വന്ന പകല് ഭക്ഷണം കഴിക്കുന്നില്ല എന്ന് മാത്രം, വേറെ പ്രത്യേകിച്ചൊന്നും തോന്നാതെ പോലുമില്ലാത്ത ഭാഗ്യം കിട്ട മനുഷ്യന്മാരും കുറച്ചൊന്നുമല്ല ഇന്നുള്ളത്. മൂന്നാമത് വിഭാഗം ആളുകൾക്ക് റമദാനും തിന്നാനും കുടിക്കാനും ഒക്കെയുള്ള സന്ദർഭങ്ങൾ തന്നെയാണ്. ശരിക്കും റമദാൻ മാസം വീട്ടിലെ ചെലവ് കുറയാണ് വേണ്ടത്. യഥാർത്ഥത്തിൽ നമ്മളൊക്കെ റമദാൻ ചെലവ് കൂടുകയാണ്. ശഅബാൻ മാസം തന്നെ തുടങ്ങും മുളക് പൊടിക്കലും, മല്ലി പൊടിക്കലും, അരി പൊടിക്കലും, അങ്ങനെയൊക്കെ റെഡിയാക്കി എല്ലാം തയ്യാറാക്കി വെച്ചിട്ട് പൊതുവെ സ്ത്രീകളൊക്കെ പറയും ഇനിയിപ്പോ നോമ്പായാലും ബേജാറൊന്നുമില്ല, ഒക്കെ റെഡി ആയിട്ടുണ്ട് എന്ന് പറയുന്നിടത്ത് അതൊന്നും വേണ്ടെന്നല്ല ഈ പറയുന്നത്. പക്ഷെ അതിനപ്പുറത്ത്, ആ ഒരുക്കങ്ങൾക്ക് അപ്പുറത്ത് വേറെ ചില ഒരുക്കങ്ങൾ ആവശ്യമുണ്ട് എന്നതാണ് നമ്മളിവിടെ തിരിച്ചറിയേണ്ടത്. ഇത്തരം ഭൗതികമായ ഒരുക്കങ്ങളിൽ മാത്രം പരിമിതമായി
നന്മകൾക്കൊന്നും പ്രത്യേകിച്ച് ഒരു പ്രാധാന്യം കൽപ്പിക്കാതെ റമദാനിനെ കൈകാര്യം ചെയ്യുന്ന ആളുകളെ പറ്റി മുൻഗാമി ഉപയോഗിച്ചത് മസാക്കി മിസ്കീന്മാർ എന്നാണ്. അമലിന്റെ കാര്യത്തിൽ, ഇബാദത്തിന്റെ കാര്യത്തിൽ മിസ്കീന്മാരാണ്. റമദാൻ മാസം വന്നിട്ടും കൂടി പ്രത്യേകിച്ചൊന്നും സമ്പാദിക്കാൻ പറ്റിയില്ല. പരലോകത്തേക്കുള്ള ഒരു വിഭവങ്ങളും പ്രത്യേകിച്ച് ഒരുക്കാനൊന്നും കഴിഞ്ഞില്ല. സാധുക്കളാണ്, മിസ്കീന്മാരാണ് എന്നാണ് മുൻഗാമികളായ ആളുകളും പിൽക്കാലക്കാരും ഒക്കെ പലരും അത്തരം ആളുകളെ കുറിച്ച് പ്രയോഗിച്ചതായി കാണാൻ സാധിക്കുന്നു. റമദാൻ ജീവിതത്തിൽ കുറെ റമദാനെ കഴിഞ്ഞു പോയതൊക്കെ അങ്ങനെയൊക്കെ തട്ടിമുട്ടി അങ്ങനെ കഴിഞ്ഞു പോയെങ്കിലും ഈ റമദാനിലേക്കെങ്കിലും ചില ഒരുക്കങ്ങൾ, ചില തീരുമാനങ്ങൾ നമ്മളൊക്കെ എടുക്കണമെന്നാണ് എനിക്ക് എന്നോട് സൂചിപ്പിക്കാനുള്ളത്. നിങ്ങളും അത് കൂട്ടത്തിൽ ഉപയോഗപ്പെടുത്തണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ചില തീരുമാനങ്ങൾ നമ്മൾ റമദാൻ മാസം വരുമ്പോൾ എന്താണ് നമുക്കൊരു ഷെഡ്യൂൾ, എന്താ നമുക്കൊരു പ്ലാൻ? ബാക്കി എല്ലാത്തിനും നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഒരു കാര്യമായ യാത്രയുണ്ടെങ്കിൽ എത്രയോ നേരത്തെ നമ്മളൊക്കെ ടിക്കറ്റ് ബുക്ക് ചെയ്ത് അന്ന് ബാക്കി എല്ലാ സംഗതികളും അഡ്ജസ്റ്റ് ചെയ്തൊക്കെ മാറ്റി വെച്ച് പോകാനുള്ള വണ്ടി അടക്കമെല്ലാം കണ്ടെത്തി ഇറങ്ങേണ്ട സമയം ഉറപ്പിച്ച് അങ്ങനെയൊക്കെ റെഡിയായി ഡ്രസ്സ് എടുക്കേണ്ട കാര്യമാണെങ്കിൽ അതുവരെ നേരത്തെ എടുത്ത് തയ്യാറായിട്ടാണ് ഒരു പ്രധാനപ്പെട്ട യാത്രക്ക് നമ്മൾ ഒരുങ്ങാറുള്ളത്. അല്ലാതെ അപ്പോ ആ സമയമാകുമ്പോൾ പോകാം എന്ന് വിചാരിക്കാറില്ല. ഏത് കാര്യം അങ്ങനത്തെ ഒരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ, വീട്ടിൽ വിവാഹമുണ്ടെങ്കിൽ, മറ്റേതു പ്രാധാന്യം അർഹിക്കുന്ന കാര്യമുണ്ടെങ്കിലും അതൊക്കെ 1, 2, 3 മാസം മുമ്പേ തന്നെ അതുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങളൊക്കെ ആരംഭിക്കുന്നു. അതിനുവേണ്ടി ബാക്കി എല്ലാം അവൻ മാറ്റിവെക്കും. അടുത്തൊരാള് സാമ്പത്തിക വിഷയം സംസാരിച്ചപ്പോൾ അയാൾ പറഞ്ഞു, എനിക്ക് മോളെ കല്യാണമുണ്ട്, ഇനി അത് കഴിയാതെ എനിക്കൊന്നിനും പൈസ തരാൻ കഴിയില്ല. അപ്പൊ എന്നാ മോളെ കല്യാണം? ഓഗസ്റ്റിലാണ്. അടുത്ത ഓഗസ്റ്റിലെ കല്യാണം. ഫെബ്രുവരി ആയിട്ട് പറഞ്ഞത് ജനുവരിയിലാണ്. അപ്പൊ അത്രയും മുമ്പ് 8 മാസം മുമ്പ് അയാൾ ബാക്കിയൊക്കെ ഷെഡ്യൂളാക്കി വെക്കുകയാണ്. ഇനി ഒന്നിനും പൈസ വയ്ക്കണ്ട, ഇനി ഒന്നും തരാൻ കഴിയില്ല, ഇനി മോളെ കല്യാണം കഴിയട്ടെ. 8 മാസം അപ്പുറത്ത് നടത്താൻ നിശ്ചയിച്ച വിവാഹത്തിന് വേണ്ടി ഇപ്പോൾ തന്നെ ഒരുങ്ങുന്ന ഒരു വാപ്പാന്റെ മനസ്സാണ് നമ്മൾ ചെറുതാക്കില്ല. പക്ഷേ ദുന്യാവിന്റെ കാര്യങ്ങളിൽ ഇത്രവേറെ ഒരുക്കങ്ങൾ നടത്തുന്നുവെങ്കിൽ റമദാൻ മാസം അടുത്ത വ്യാഴാഴ്ച വരുമ്പോൾ, അടുത്ത ബുധനാഴ്ച വരുമ്പോഴുകൂടി റമദാനിലേക്ക് കടക്കുമ്പോൾ എന്താണ് പ്രത്യേകിച്ച് ഷെഡ്യൂൾ നമ്മൾ കണ്ടിട്ടുള്ളത്? അത് നിർബന്ധമായും ഉണ്ടാകണം. കുറേ ഒന്നുമില്ലെങ്കിലും ഒരുപാട് അമൽ ചെയ്യാൻ ഏതായാലും നമുക്കൊന്നും പറ്റുന്നില്ല. പറയാനും അത് പറ്റില്ല, പറഞ്ഞിട്ടും കാര്യമില്ല. പറഞ്ഞാൽ അത് എനിക്ക് കുറ്റമായി മാറുന്നല്ലാതെ എന്നെ കൊണ്ട് അത് അമലാക്കി മാറ്റാനൊന്നും സാധിക്കുന്നില്ല. പക്ഷെ അതിനപ്പുറത്ത് നമുക്ക് പറ്റാവുന്ന രൂപത്തിലൊരു പ്ലാന് നമുക്ക് ഉണ്ടാക്കാൻ നമ്മൾക്ക് കഴിയുന്നത് ഭയങ്കര ആവേശങ്ങളൊക്കെ പാട് ചെയ്തിട്ട് എല്ലാ കുറ്റത്തിന്റെ അവസാനം പോകണ ഒരു അവസ്ഥ വേണ്ട. നേരെ മറിച്ച് നമ്മളെ ചുറ്റുപാടും സന്ദർഭവും സാഹചര്യവും നമ്മളെ ജോലിയും നമ്മുടെ കച്ചവടം നമ്മളെ ഏർപ്പാടും ഇതൊക്കെ മുമ്പിൽ വെച്ചുകൊണ്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചില ആളുകൾക്ക് റമദാനിൽ തൽക്കാലം കച്ചവടമൊക്കെ മാറ്റിവെക്കാൻ സാഹചര്യം ഉണ്ടാകാം. 1 മാസം കച്ചവടം ചെയ്തില്ലെങ്കിൽ പട്ടിണി എടുക്കുന്നില്ല, ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല എന്നാണെങ്കിൽ അൽഹംദുലില്ലാ അങ്ങനെ ആഗ്രഹിക്കും. മുമ്പ് കോട്ടയ്ക്കൽ നമ്മളെ പള്ളിയുണ്ടായിരുന്നു. അതിനടുത്തൊരു ഒരു രാത്രി തട്ടുകട കച്ചവടം ചെയ്ത് ജീവിക്കുന്ന ഒരു സാധു മനുഷ്യൻ. റമദാൻ മാസം വന്ന അയാൾ ഫുള്ള് പള്ളിക്ക് ഉണ്ടാവും. ഞങ്ങളൊക്കെ മുജാഹിദായി വന്ന ആ കാലത്ത്. അപ്പൊ അയാൾ അത്ര വലിയ വരുമാനമുള്ള ആളൊന്നുമല്ല. തട്ടുകടയിലെ ഓംലേറ്റും കടലയും അതേപോലൊക്കെ വിറ്റിട്ടാണ് രാത്രി ഒരു 11 മണി 12 മണി കച്ചവടം ചെയ്തിട്ടാണ് അയാളെ കുടുംബത്തെ പോറ്റുന്നത്. ആ ഒരു മനുഷ്യൻ 1 മാസം ഒക്കെ ഒഴിവാക്കി പള്ളി വന്ന് കൂടുമ്പോൾ എങ്ങനെ അയാളുടെ ജീവിതം അയാൾ മുന്നോട്ട് കൊണ്ടുപോവുക? അയാൾ ചോദിച്ചു, എന്താ രഹസ്യം? നിങ്ങൾ എന്താ റമദാൻ മാസം ഒരു പണിക്കും പോകാതെ പള്ളി കൂടിയാൽ നിങ്ങളെ വരുമാന മാർഗം എന്താ? അദ്ദേഹം പറഞ്ഞത്, എല്ലാ ദിവസവും ഞാനിങ്ങനെ ഒരു 100 രൂപ മാറ്റി വെക്കും. ഒരു 100 രൂപ ഞാനൊരു ചെറിയൊരു ബോക്സിൽ അവിടെ ഇട്ട് വെക്കും റമദാൻ മാസത്തിന് വേണ്ടി. അങ്ങനെ 11 മാസവും ഡെയിലി ഒരു 100 എടുത്തു കഴിഞ്ഞാൽ എനിക്ക് റമദാൻ മാസം സുഖമായിട്ട് ജീവിക്കാനുള്ള പൈസ അതായി. അപ്പൊ റമദാൻ മാസത്തിൽ എനിക്ക് ഈ പണി വേണ്ട ആവശ്യമില്ല. എനിക്ക് സ്വസ്ഥമായി പള്ളി വന്ന് കൂടാം, എല്ലാ വക്തും ജമാഅത്ത് കിട്ടും, ഖുർആനുമായി ബന്ധപ്പെടാം. ഒരു സാധാരണക്കാരന്റെ ഒരു മനസ്സാണത്. അപ്പൊ വേണമെന്ന് വെച്ചാൽ എല്ലാവർക്കും പറ്റുന്നർത്ഥം. നമ്മളൊക്കെ 1 മാസം പണിയെടുത്തില്ലെങ്കിലും നമ്മളാരും പട്ടിണിയെടുക്കൂതല്ലോ. 1 മാസം ജോലി ഇല്ലാന്ന് കഴിഞ്ഞിട്ട് പട്ടിണിയെടുക്കേണ്ട ഒരു സാഹചര്യം നമുക്കാർക്കില്ല. അത്ര വലിയ കഷ്ടപ്പാടിലും പ്രയാസം ജീവിക്കുന്ന മനുഷ്യന്മാർ വളരെ അപൂർവമായി
ഉണ്ടെങ്കിൽ നമ്മളെ കൂട്ടത്തൊക്കെ ഉണ്ടാവുള്ളൂ. അല്ലാത്തവരൊക്കെ അത്യാവശ്യമായ മാന്യമായി ജീവിക്കാനുള്ള സാഹചര്യം എല്ലാവർക്കും ഉണ്ട്. ഞാൻ ജോലി ഒഴിവാക്കണം എന്നല്ല പറയുന്നത്, പക്ഷേ ചില പ്ലാനുകൾ നമുക്ക് വേണം. നമ്മുടെ ജോലിയുടെ കാര്യത്തിൽ, കച്ചവടത്തിന്റെ കാര്യത്തിൽ, ഇടപാടുകളുടെ കാര്യത്തിൽ, ഓഫീസിന്റെ കാര്യത്തിൽ, മറ്റുള്ള വിഷയങ്ങളൊക്കെ ഒരു പ്ലാന് റമദാൻ മാസം വരുമ്പോൾ എന്താവണം, ഒരു 24 അവർ റമദാനിൽ എന്താണ് ചെയ്യേണ്ടത്, അത് കണ്ടിട്ട് വേണം മറ്റു കാര്യങ്ങളൊക്കെ ഏൽക്കാൻ. അല്ല പറയുന്ന എല്ലാ സൽക്കാരത്തിനും എല്ലാ വിരുന്നിനും റമദാൻ മാസത്തിനും പോകണമെന്നൊന്നുമില്ല. അപ്പൊ അങ്ങനെയൊക്കെയാണ്. റമദാൻ മാസം വന്നാലും സൽക്കാരങ്ങളും വിരുന്നും, എന്നിട്ട് അതിന് യാത്ര പോവുക, നിസ്കാരം പോയി നഷ്ടപ്പെട്ടു പോവുക, ഇന്ന് അവിടെ പോയി തിന്നിട്ട് പോന്നിട്ട് അന്ന് തറാവിയും ഇല്ല, ഒന്നുമില്ല, അങ്ങനെയൊന്നും പോകണമെന്നില്ല. നമുക്ക് നമ്മുടെ അടിസ്ഥാന കാര്യങ്ങളിൽ ഒരു പ്ലാനും പദ്ധതി ഉണ്ടാക്കി അതിനനുസരിച്ച് ഷെഡ്യൂൾ ഉണ്ടാക്കി ആളുകൾ വിളിക്കുമ്പോഴേ പറയാം ഞാനതിന് പോകില്ല, ഞാൻ അങ്ങനെ ഏൽക്കുന്നില്ല, എനിക്ക് ഇതാണ് പ്ലാന് എന്ന് പറയാൻ പറ്റും. അതിന് ഉള്ളിൽ നിന്നുകൊണ്ട് ഏൽക്കാൻ പറ്റിയ വല്ലതും ഉണ്ടോ? നമുക്ക് ഏൽക്കാനും കഴിയും. അതല്ലാതെ പ്രത്യേകിച്ച് ലക്ഷ്യബോധമൊന്നുമില്ല, ഷഅബാൻ കഴിഞ്ഞപ്പോൾ തന്നെ റമദാനും കഴിഞ്ഞു പോകുക എന്നാണെങ്കിൽ അതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. റമദാനിൽ ഭക്ഷണമല്ല മുഖ്യ അജണ്ടയായി മാറേണ്ടത് എന്ന് നമ്മളെല്ലാവരും അടിസ്ഥാനമായി ഉൾക്കൊള്ളേണ്ടുന്ന ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു യാഥാർത്ഥ്യമാണ്. 4ാം ഖലീഫ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്നുണ്ട്, ഒരാളുടെ മുഖ്യമായ ലക്ഷ്യം അവന്റെ വയറ്റിലേക്ക് എത്തുന്ന ഭക്ഷണത്തെക്കുറിച്ചാണ് എങ്കിൽ അവന്റെ വില ആ വയറ്റിൽ നിന്ന് പുറത്തേക്ക് പോകുന്നതിന്റെ വില ഓനുണ്ടാവുള്ളൂ എന്നാണ്. അതേ ഒരാൾക്ക് ഉദ്ദേശമുള്ളൂ, അതാണ് അവന്റെ മുഖ്യമായ അടിസ്ഥാനമായ അവന്റെ കാഴ്ചപ്പാട്, അതാണ് എങ്കിൽ പിന്നെ ഓനെ സംബന്ധിച്ച് ഒന്നും പറയാനില്ല എന്നാണല്ലോ അതിന്റെ ആശയം. അവന്റെ ഉദ്ദേശം അതുള്ളൂവെങ്കിൽ ആ വയറ്റിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന എന്താണോ ആ വിലയെ അവനുള്ളൂ. മൻ കാന ഹമ്മുഹു മാ യദ്ഫു ഇലാ ജൗഫിഹി, ഉള്ളിലേക്ക് പ്രവേശിക്കുന്നതാണ് അവന്റെ ഹമ്മ്, അവന്റെ മുഖ്യമായ അജണ്ട എങ്കിൽ കാനത്ത് ഖീമത്തുഹു മാ യഖ്റുജു മിൻഹു, അതിന് പുറത്തേക്ക് പോകുന്ന അവന്റെ വേസ്റ്റ് ആ മൂല്യമേ അവനുണ്ടാവുകയുള്ളൂവെന്ന് 4ാം ഖലീഫ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുകയാണ്. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു റമദാനിൽ വരുമ്പോൾ അദ്ദേഹം പറയുമായിരുന്നു, മർഹബൻ ബിൻ മുതഹിരിന മിനദ്ദുനൂബ്, പാപങ്ങളിൽ നിന്ന് നമ്മയ്ക്ക് ശുദ്ധിയാക്കുന്നത് വന്നിരിക്കുന്നു, സ്വാഗതം, മർഹബ എന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുമായിരുന്നുവെന്നാണ്. അപ്പൊ ആ നിലക്കുള്ള കാഴ്ചപ്പാട് റമദാന്റെ വിഷയത്തിൽ നമുക്കെല്ലാവർക്കും ഉണ്ടാകണമെന്നാണ് ഒന്നാമതായി സൂചിപ്പിക്കാനുള്ളത്. 2, റമദാനിൽ ചെയ്യേണ്ട അമലുകൾ, അത് നമുക്ക് ഒരു കൃത്യമായ ധാരണ വേണം. റമദാനിൽ പ്രത്യേകമായി വർദ്ധിപ്പിക്കേണ്ട അമലുണ്ട്, അല്ലാത്തപ്പോഴും റമദാനിലും ഒക്കെ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. ഒരു പക്ഷെ ചില അമലുകൾ റമദാനിൽ തൽക്കാലം മാറ്റിവെച്ചിട്ട് ആ സമയം കൂടി അല്ലാത്തതിന് ഉപയോഗിക്കാവുന്ന കാര്യങ്ങളുമുണ്ട്. അതൊക്കെ മുൻഗാമികൾ നമുക്ക് ധാരാളം മാതൃകകൾ കാണാൻ കഴിയും. നമ്മളെ സംബന്ധിച്ച് പലപ്പോഴും നന്മകൾക്കുള്ള അവസരം റമദാനിലാണ് ആകെ കിട്ടുന്നത് എന്ന് പറയാം, ബാക്കി മാസങ്ങളൊന്നും കാര്യമായിട്ടൊന്നും ഉണ്ടാവില്ല. അങ്ങനെ ആകുമ്പോൾ നമുക്കെല്ലാം കൂടെ ജംഅ് ചെയ്ത രൂപമാണ് നല്ലത്. മുൻഗാമികൾ അങ്ങനെയല്ല. ഇപ്പൊ ഇമാം മാലിക് റഹിമഹുല്ലാ അദ്ദേഹം റമദാൻ മാസമായാൽ ഹദീസ് ക്ലാസ് വരെ നിർത്തിവെക്കുന്നതാണ്. എല്ലാം നിർത്തിവെക്കും, എല്ലാം നിർത്തിവെച്ച് ഖുർആൻ പാരായണം അതിലേക്കാണ് അദ്ദേഹം മുഴുകിയത്. കാരണം അവരെ സംബന്ധിച്ച് 11 മാസവും അവിടെ ദീന് പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തുകൊണ്ടാണ് ജീവിതം ഉള്ളത്. അപ്പൊ അത്തരം ആൾക്കൊരു പക്ഷേ അതായിരിക്കും നമുക്ക് ഒന്നും കൂടെ പ്രൊമോട്ട് ചെയ്യാൻ പറ്റിയത്. നമ്മളെ സംബന്ധിച്ച് ആകെ ആളുകൾ കുറച്ചധികം പഠിക്കലും പള്ളിയുമായി ബന്ധപ്പെടുന്നതൊക്കെ റമദാനിലാണ്, അല്ലാത്ത സമയത്ത് അത്രയില്ല. അപ്പൊ നമുക്ക് പൂർണ്ണമായും നിർത്തിവെക്കാതിനേക്കാൾ ഏറെ ചില അനുപാതങ്ങൾ കണക്കാക്കാൻ പറ്റും. ഖുർആൻ ഓതാനും സമയമില്ല, നിസ്കരിക്കാനും സമയമില്ല, ജമാഅത്തിനും സമയമില്ല, ആ നിലക്കുള്ള ദീർഘമായ യാത്രകളും അങ്ങനത്തെ കുറെ ക്ലാസ്സുകളും അതത്ര വലിയ ബുദ്ധിയല്ല എന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. എന്നാൽ ആൾക്ക് പഠിക്കാൻ ആ അവസരമേ ഉള്ളൂ, അല്ലാത്ത സമയത്ത് ആളൊന്നും കിട്ടുന്നില്ല എങ്കിൽ അൽഹംദുലില്ലാ അത് ഉപയോഗപ്പെടുത്താം. അതിനും വേണം ഒരു അനുപാതം നമ്മൾ നിശ്ചയിക്കുക. കുറേ ദീർഘമായ ക്ലാസ്സുകൾ എന്നതിനേക്കാൾ ഏറെ ദീർഘമായ ഇബാദത്തുകളെയാണ് റമദാനിൽ വർദ്ധിപ്പിക്കേണ്ടത്. ഒന്നേതായാലും നിർബന്ധമായി ചെയ്യേണ്ട കാര്യങ്ങൾ അത് റമദാനായാലും അല്ലാത്തപ്പോഴായാലും ഒക്കെ ഏതായാലും അങ്ങനെ തന്നെയാണ്. ഫർള് നിസ്കാരം, ഫർള് നോമ്പ്, അതേതായാലും റമദാനും അല്ലാത്തപ്പോഴും ഒക്കെ അതിൽ പിന്നെ വിട്ടുവീഴ്ചയില്ല. പക്ഷെ ആ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഫർള് നിസ്കാരം, 5 വക്ത് നിസ്കാരം, അത് പുരുഷന്മാരെ സംബന്ധിച്ച് നിർബന്ധമായും ജമാഅത്ത് നിസ്കരിക്കുകയാണ് വേണ്ടത്. എങ്കിൽ റമദാനിൽ 30 നോമ്പ് കിട്ടിയാൽ 150 വക്ത് ഉണ്ടാകും റമദാൻ മാസം മൊത്തം. 29 നോമ്പാണെങ്കിൽ 145 വക്ത് ഉണ്ടാകും.
നമ്മൾ കാണേണ്ടത് ഈ റമദാനിലെ 150 വഖ്തും ജമാഅത്തായി നിസ്കരിക്കണം എന്ന് നമുക്ക് തീരുമാനിക്കാൻ പറ്റും. അത് ഇപ്പോഴേ ഷെഡ്യൂൾ ചെയ്താലേ പറ്റും, അല്ലെങ്കിൽ നടക്കില്ല. അപ്പൊ ഒരു വിട്ടുവീഴ്ചയും ഇല്ലാത്ത ഏറ്റവും അനിവാര്യമായി പാലിക്കേണ്ട കാര്യങ്ങൾ ഒന്നതാണ് 150 വഖ്ത് കിട്ടിയാൽ ആ 150 വഖ്തും ജമാഅത്തായി നിസ്കരിക്കും. അത് തന്നെ ഇമാമ തുടങ്ങുമ്പോൾ തന്നെ എത്തണം, ആദ്യം തന്നെ കൂടണം, തക്ബീറത്തുൽ ഇഹ്റാമിൽ ഇമാമിനൊപ്പം കൂടാൻ കഴിയണം. അതാണ് ഏറ്റവും അഫ്ളൽ. ജമാഅത്തായി നിസ്കരിച്ചാൽ 27 ഇരട്ടി പുണ്യമാണ്. ഒറ്റ നിസ്കരിക്കുന്നതിനേക്കാൾ ഏറെ 27 ഇരട്ടി പുണ്യമാണ് ജമാഅത്തായി നിസ്കരിച്ചാൽ. അത് പോണ വഴിക്ക് പള്ളിയിൽ കയറി അവിടെ ഏതോ ഒരു ജമാഅത്ത് നടക്കുന്നുണ്ട്, അതിനെ പിന്നെ പോയി തോണ്ടിക്കൂടി അതിലൊന്നും 27 കിട്ടൂല. 27 ഇരട്ടിന് വെറുതെ വന്നതല്ല, വെറുതെ കമ്മട്ടം പറഞ്ഞതല്ല. അങ്ങനെ വെറുതെ പറയുകയാണെങ്കിൽ റൗണ്ട് ചെയ്താണ് 30. ഇത് വഹയ്യ പ്രകാരം പറഞ്ഞതാണ്. 27 കാരണങ്ങൾ ഒക്കണം, അപ്പോൾ 27 കൂടിയിട്ടതാണ്. ഇമാം ബുഖാരി ഹദീസ് വിശദീകരിക്കുമ്പോൾ ഇമാം അസ്ഖാലി റഹ്മത്തുള്ളാഹി 27 കാരണം എണ്ണി പറയുന്നത്. ആ 27 നിബന്ധനകൾ പൂർത്തിയാകുമ്പോഴാണ് 27 ഇരട്ടി കൂലി ജമാഅത്തിന് കിട്ടുക. ആ ജമാഅത്ത് ലക്ഷ്യമാക്കി പള്ളിയിലേക്ക് വരണം. പോണ വഴിക്ക് പള്ളിയിൽ കയറി അപ്പഘട്ടകാലത്ത് ജമാഅത്തുണ്ട്, എന്നാൽ ഇത് കൂടാ, അതിന് 27 കിട്ടൂല. ജമാഅത്ത് ലക്ഷ്യമാക്കി വരണം, വീട്ടിൽ നിന്ന് ഉദൂ ചെയ്ത് വരണം. ആ വരുന്ന വരവിന് പോലും ആ നടത്തത്തിന് പോലും ചില മര്യാദകൾ പാലിക്കണം. സ്പീഡ് കൂട്ടി ഓടിച്ചാടി പോയിട്ടുണ്ടെങ്കിൽ 27 കുറയുന്നതാണ്. സാവകാശം, സമാധാനത്തോടെ ശാന്തയോടെ ഗുണം പോകാൻ. അല്ലാതെ ആകെ നേരം വൈകി ഭയങ്കര പാച്ചിൽ ഹൈ സ്പീഡിൽ വിട്ടു അവിടെ കൂലി കുറേ ചെയ്യാം. ഇങ്ങനെ 27 കാരണങ്ങൾ പൂർത്തിയാകുമ്പോഴാണ് 27 ഇരട്ടി പുണ്യം കിട്ടുക. അപ്പൊ അതെല്ലാം കിട്ടണം. അപ്പൊ അത് നമ്മൾ ആദ്യം പഠിക്കണം. എന്താണ് ആ 27 കാരണം? ഒന്ന് അന്വേഷിച്ചാൽ കിട്ടും നമുക്ക്. അതൊക്കെ പാലിച്ചുകൊണ്ട് 150 വഖ്ത് നിസ്കരിക്കാൻ കഴിഞ്ഞാൽ മഹാഭാഗ്യമാണ്. ബാക്കി പല സ്ഥലത്തും നമുക്ക് പോരായ്മകൾ വന്നാലും ഇത് മതിയാവും ഒരു പക്ഷേ രക്ഷപ്പെടാൻ. അപ്പൊ ഈ റമദാനിലെ എല്ലാ ഫർള് നിസ്കാരവും ജമാഅത്തായി നിസ്കരിക്കണം എന്ന് നമ്മൾ തീരുമാനിക്കുക. അതിന് ചെയ്യേണ്ടത് എന്താണ്? നമ്മൾ റമദാൻ മാസം എവിടേക്ക് പോകാൻ സാധ്യതയുണ്ടോ ആ ഭാഗത്തൊക്കെയുള്ള പള്ളികളിലെ നിസ്കാര സമയം നമ്മൾ നോക്കിക്കണ്ടിരും. അപ്പൊ ചിലപ്പോൾ നമ്മളെ പള്ളിക്ക് ബാങ്ക് കൊടുത്താൽ 20 മിനിറ്റാണ് ഇഖാമത്തിന്. മറ്റേ പള്ളിയിൽ പോകുമ്പോൾ പക്ഷെ അവിടെ 10 മിനിറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ അവിടെ ഫിക്സ്ഡ് ടൈം ആയിരിക്കും. അത് അറിഞ്ഞില്ലെങ്കിലോ അവിടെ ചെന്നപ്പോൾ നിസ്കാരം കഴിഞ്ഞിട്ടുണ്ട്, നമ്മളൊക്കെ 20 മിനിറ്റാണ്, ഇവിടെ അത് ഉണ്ടാവും എന്ന് വിചാരിച്ചു, അങ്ങനെ വിചാരിച്ചോണ്ട് കൂലിട്ടൂതല്ലോ. അപ്പൊ നമ്മൾ എവിടേക്ക് ഇടപെടുമോ ആ പരിസരത്തുള്ള പള്ളികൾ, അവിടെ എപ്പോഴാണ് ജമാഅത്ത്, എത്ര മിനിറ്റാണ് അവിടെ ഗ്യാപ്പ് ഉള്ളത്, അത് മനസ്സിലാക്കി വെച്ചാൽ നമുക്ക് മലപ്പുറത്തേക്ക് പോകുന്നതാ ശരി, അവിടെ ഇന്ന പള്ളിക്ക് ഇത്ര മണിക്കാണ്, മറ്റേ പള്ളിക്ക് ഇത്ര മണിക്കാണ്, ഇവിടെ കിട്ടില്ലെങ്കിൽ എനിക്ക് അവിടെ കിട്ടും, അതിനനുസരിച്ച് യാത്ര ക്രമീകരിക്കാൻ പറ്റും. അത് നമ്മൾ അനിവാര്യമായി ചെയ്യേണ്ട ഒരു ഭാഗമാണ്. പിന്നെ മാനുഷികമായ കാരണം കൊണ്ട് ഒരു പക്ഷെ മിസ്സായേക്കാം. അത് ഉതിരുണ്ടെങ്കിൽ പടച്ചിറപ്പ് നമുക്ക് ആ കൂലി അവിടെ തരുകയും ചെയ്യും. നമ്മൾ അനാസ്ഥയില്ല, നമ്മൾ അശ്രദ്ധയില്ല, ഒരു ബ്ലോക്ക് പെട്ടു, നിവൃത്തില്ല, നമ്മൾ കണക്കാക്കി പോയതാ, പക്ഷേ പ്രതീക്ഷിക്കാത്തൊരു ബ്ലോക്ക് ഉണ്ടായി, ആ ബ്ലോക്കിൽ അവിടെ പെട്ടു, നിവൃത്തില്ല. നമ്മൾ മാനസികമായി ഒരുങ്ങിയതാണ്, തയ്യാറായതാണ്, ഇറങ്ങിപ്പുറപ്പെട്ടതാണ്, നമ്മുടേതല്ലാത്ത കാരണം കൊണ്ട് നമുക്ക് നഷ്ടപ്പെട്ടു പോയി. അവിടെ ആ കൂലി നമുക്ക് ലഭിക്കും. സുഖമില്ലാതെ പനിച്ചു കിടന്നു, പള്ളിയിൽ പോകാൻ വയ്യ, ലാഭമാണ്. ആ പള്ളി ജമാഅത്തെടുക്കുമ്പോൾ ആ കൂലി നമുക്ക് ഇവിടെ കിടന്നിട്ട് വാങ്ങാൻ പറ്റും. അപ്പൊ അങ്ങനത്തെ ചില പ്ലാനുകൾ, ഒരു യാത്ര പോകുകയാണെങ്കിൽ പോലും ആ യാത്രയിൽ ഏത് പള്ളിക്കാണ് കയറാൻ പറ്റുക, എവിടെ നമ്മളെ പള്ളി ഉള്ളത്, ഏത് പള്ളി നമ്മൾ കയറാൻ പറ്റിയ പള്ളി ഉള്ളത്, എവിടെയാണ് സൗകര്യം ഉള്ളത്, അവിടെ എത്ര മണിക്കാണ് നിസ്കാരം, ഇതൊക്കെ നോക്കി വെച്ച് നമ്മൾ പോവുക. 5 വഖ്ത് നിസ്കാരങ്ങൾ. തറാവീഹ് ഇപ്പോൾ ജമാഅത്ത് നഷ്ടപ്പെട്ടാലും പ്രശ്നമൊന്നുമില്ല. തറാവീഹ് സുന്നത്താണ്, അത് ജമാഅത്ത് നഷ്ടപ്പെട്ടാലും പ്രശ്നമില്ല. പെരീവന ജമാഅത്ത് നിസ്കരിക്കാം, കുടുംബത്തിനെയും കൂട്ടിയിട്ട്, അല്ലെങ്കിൽ ഒറ്റക്ക് നിസ്കരിക്കാം, പ്രശ്നമൊന്നുമില്ല. എന്നല്ല അട്ടപ്പാതിരാക്കി എഴുന്നേറ്റ് ദീർഘമായി ഖുർആൻ ഓതി വീട്ടിൽ ജമാഅത്ത് നിസ്കരിക്കാൻ പറ്റുമെങ്കിൽ ഒരു പക്ഷെ ഇന്നത്തെ നമ്മളെ ഈ ഒരു ജമാഅത്തിനേക്കാളൊക്കെ ചിലപ്പോൾ കൂലി ഏറെ അതിൽ കിട്ടുകയും ചെയ്തേക്കാം. നമ്മളെ പള്ളിക്കൊക്കെയുള്ള ജമാഅത്ത് പലപ്പോഴും ഒരു കടമ കഴിക്കുക തന്നെയാണ്. നമ്മൾ എന്ത് പറഞ്ഞാലും നല്ല ഇമാമ് വേണം, നല്ല ഓത്ത് വേണം എന്നൊക്കെ പറയും, പക്ഷെ ഒരു 2 മണിക്കൂർ നിസ്കരിക്കാനാവും, അത് പറ്റൂല. ഏറെ 40 മിനിറ്റ് 45 മിനിറ്റ് എന്നാൽ തന്നെ അപ്പോഴേക്ക് ആൾക്കാർക്ക് ആകെ ഇടങ്ങാറായി, ലേശം കുറച്ചുകൂടെ എന്ന് ചോദിക്കും. നമുക്ക് അത്ര ഈമാനുള്ളതുകൊണ്ട് നമ്മളെ കുഴപ്പമാണ്. ഉമർ ഖത്താബിന്റെ കാലത്ത് ഇമാമിനെ നിശ്ചയിച്ച ഉബയ്യ് ഇബ്നു കഅബിനെയും തമീമുദ്ദാരിയെയും ഔദ്യോഗികമായി ഇമാമായി നിശ്ചയിച്ചപ്പോൾ അതിൽ പങ്കെടുത്ത ആളുകൾ പറയാണ്, ഓരോ റക്അത്തിൽ 100 കണക്കിന് ആയത്തുകൾ ഓതുമായിരുന്നു.
ഞങ്ങൾ വടിയിലും കയറിലുമൊക്കെ തൂങ്ങിപ്പിടിച്ചുകൊണ്ട് നിൽക്കുമായിരുന്നുവെന്നാണ് അവർ പറഞ്ഞത്. വടിയും കുത്തി പിടിച്ച് നിൽക്കുക സ്കാറ്ററിങ്ങനെ, കയറ് കെട്ടിയിട്ട് ആ കയറുമിങ്ങനെ പിടിക്കുക ക്ഷീണം കൊണ്ട്. നമ്മളെ മാതിരി നോമ്പെറുക്കുമ്പോൾ 10 ഐറ്റം ഭക്ഷണം ഒരിക്കില്ല. ഒരിക്കൽ ആകെ ഈത്തപ്പഴ വെള്ളം കിട്ടി അതാണ് ഓരോ നോമ്പ് തുറ. വേറെ പ്രത്യേകിച്ച് നമ്മളെ പോലെ സുഭിക്ഷമായ ഭക്ഷണമൊന്നും നോമ്പ് തുറക്കാനുമില്ല, നോമ്പ് തുടങ്ങാനുമില്ല, അത്താഴത്തിനുമില്ല, അതേപോലെ ഇഫ്താറിനുമില്ല. ആകെ ഒരു പച്ചവെള്ളവും കാരക്കും കഴിച്ചുകൊണ്ടാണ് ഓരോ നോമ്പൊക്കെ ഉണ്ടായത്. ആ നോമ്പ് തോറ്റ് അങ്ങനെ ഒരു ഈത്തപ്പഴം കിട്ടുകയും കഴിച്ചു, കുറച്ച് വെള്ളം കുടിച്ചു, എന്നിട്ട് പള്ളിയിൽ വന്നിട്ടാണ് അവരിങ്ങനെ അവിടെ നിൽക്കുന്നത്. അപ്പൊ നമ്മള് പള്ളിക്ക് ജമാഅത്തൊക്കെ പറഞ്ഞാൽ അതൊക്കെ ഒരു കടമ എന്ന് വേണമെങ്കിൽ പറയാം. ഒരു ആരെ ഇമാമ ഇന്നാളാണ്, എടാ ഹാഫിലാന്നൊക്കെ പറയും. ഹാഫിലെ കിട്ടുന്ന എല്ലാവരും ചോദിക്കുന്നത്, ഹാഫിലെ കിട്ടുന്ന എന്തിനാണ്? 30 ജുസ് ഖുർആൻ ഈ റമദാൻ നിസ്കാരത്തിൽ ഓതാനാണോ? അതൊന്നുമല്ല, അതൊന്നും വേണ്ട. അങ്ങനെ ആകെ 30 ദിവസം കൊണ്ട് ആകെ 4-5 ജുസ് ഓതുള്ളൂ. പക്ഷെ ഹാഫിലെ വേണം, ഒലിക്ക് നല്ല ട്യൂണ് വേണം, നല്ല സൗണ്ട് വേണം, നല്ല ഉഷാറ് വേണം. എന്നാ മനസ്സറിന് ഒരു പൂതിയോളം ഓതാൻ പറ്റുമോ വെച്ചാൽ അത് പറ്റൂല. അപ്പോഴേക്ക് ആക്ഷേപമായി, ബഹളായി, എന്താ ഇങ്ങനെ നിസ്കാരം, കുട്ടികളുണ്ട്, പെണ്ണുങ്ങളുണ്ട്, വയസ്സമ്പാണ്ട്, കയ്യൂല. ശരിയാണ്, നമ്മളതിനെ കുറ്റപ്പെടുത്തില്ല. അപ്പൊ നമ്മളൊക്കെ നിസ്കാരം അത്രേ ഉള്ളൂ. നമ്മുടെ ജമാഅത്തായാലും അല്ലാത്തായാലും ഒക്കെ നമ്മളൊക്കെ നിസ്കാരങ്ങൾ പലപ്പോഴും കേടയച്ചെടുക്കുമ്പോൾ കാര്യമായിട്ടൊന്നും അതിൽ നിന്ന് നമുക്ക് എടുക്കാനുണ്ടാവില്ല. നമ്മളെ മിക്കവാറും അമലിലൊക്കെ അവസ്ഥ അത് തന്നെയാണ്. ഇഖ്ലാസ് ഉണ്ട് നമ്മൾ പറയാന്നല്ലാതെ യഥാർത്ഥത്തിൽ ഇഖ്ലാസ് ഒന്നും ഇല്ല. നമുക്ക് തോന്നും നമുക്ക് ഇഖ്ലാസ് ഉണ്ട്, പക്ഷെ ഇഖ്ലാസ്, യഥാർത്ഥ ഇഖ്ലാസ് മനസ്സിലാക്കിയാൽ ഇതിലൊന്നും ഇഖ്ലാസ് ഇല്ല നമുക്ക് മനസ്സിലാവും. ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞു, ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ ഇബ്നു ഖയ്യിം പറഞ്ഞു വെച്ചാൽ അയ്യകൂനൽ മദ്ഹു വദ്ദമ്മു ഫി ഹഖ്ഖിഹി സവാ എന്നാണ്. പ്രശംസയും ആക്ഷേപവും ഒരുപോലെ ആയി മാറുക, അതാണ് ഇഖ്ലാസ്. ആൾക്കാരെ പ്രശംസിച്ചാലും ഓനൊന്നും തോന്നണില്ല, ആക്ഷേപിച്ചാലും ഓനൊന്നും തോന്നണില്ല. കാരണം ഓനെ പ്രശംസയ്ക്ക് വേണ്ടി ചെയ്തിട്ടില്ല, ഒരാക്ഷേപം പേടിച്ചുകൊണ്ട് ചെയ്തിട്ടില്ല, അള്ളാഹ്ക്ക് വേണ്ടി ചെയ്തതാണ്. അതാണ് ഇഖ്ലാസ്. ഞാൻ ക്ലാസ് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ നിങ്ങൾ 5-6 ആൾ ബദലാ, എന്താ പോലെ ഇന്ന് ക്ലാസ് ശരിയായില്ലല്ലോ, ഒരു റാഹത്തായില്ല, നിങ്ങൾ എന്നെ പറ്റി ഇത് ചോദിച്ചാൽ എൻ്റെ മനസ്സ് തോന്നണം എന്ത്, ഞാൻ അടുത്ത വർഷം ഡേറ്റ് ചോദിക്കട്ടെ, അപ്പൊ കാണിച്ചു കൊടുക്കുക, ഇനി ഇന്നെ കിട്ടൂല എന്ന് തോന്നിയാൽ അത് ഇഖ്ലാസ് ഇല്ല. ഇന്നലെ ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് ഒരു താബിഈ പ്രമുഖന്റെ ചരിത്രം കൊടുക്കുന്നുണ്ട്. അദ്ദേഹം എല്ലാ വെള്ളിയാഴ്ചയും ജുമുഅക്ക് പള്ളിയിൽ ആദ്യം എത്തും. ഏറ്റവും ആദ്യം പള്ളിയിൽ വന്ന് ഒട്ടകത്തെ ദാനം ചെയ്ത കൂലി കിട്ടണമെന്ന ഉദ്ദേശത്തിൽ പൂർണ്ണമായി ഇഖ്ലാസോടുകൂടി എല്ലാ വെള്ളിയാഴ്ചയും ജുമുഅക്ക് ആദ്യം എത്തും. അങ്ങനെ 30 കൊല്ലം അദ്ദേഹം മുടങ്ങാതെ എല്ലാ വെള്ളിയാഴ്ചയും നേരത്തെ എത്തിയതാണ്. 30 കൊല്ലം പള്ളിക്ക് ആദ്യം വരെ അദ്ദേഹമാണ്. 30 കൊല്ലം കഴിഞ്ഞപ്പോ ഒരു വെള്ളിയാഴ്ച മൂപ്പര് സുഹൃത്ത് മരിച്ചു. അപ്പൊ ആ ജനാസയിൽ പങ്കെടുക്കാൻ പോയി, അതിന്റെ കൈകാലത്തൊക്കെ പങ്കെടുത്ത് വന്നപ്പോ സാധാരണവരെക്കാൾ ലേശം വൈകിട്ടാണ് അന്ന് മൂപ്പർക്ക് പള്ളിക്ക് എത്താൻ പറ്റിയത്. അപ്പൊ പള്ളിക്ക് വരുമ്പോൾ മൂപ്പരുടെ മനസ്സിൽ തോന്നും, 10-30 കൊല്ലമായിട്ട് ഞാൻ ഇങ്ങനെ വൈകിട്ടില്ല, എന്നും ഞാൻ ആദ്യം വരാം, ഇന്നിപ്പോ ആൾക്കാർ ഇപ്പൊ എന്താ വിചാരിക്കുന്നുണ്ടാകും എന്നെ പറ്റി. ഈ തോന്നൽ ഉള്ളിൽ കന്നപ്പോ അദ്ദേഹം പറയാണ്, കഴിഞ്ഞ 30 കൊല്ലം ഞാൻ വന്നത് ഇഖ്ലാസോടെ ആയിരുന്നില്ല എന്ന് എനിക്കിപ്പോ മനസ്സിലായി. അന്നത്തെ ഇഖ്ലാസ് ഇല്ല എന്നല്ല, നമ്മളിപ്പോ എന്തിക്ക അന്നത്തെ ഇഖ്ലാസ് ഇല്ലാതെയാണ്, കഴിഞ്ഞ 30 കൊല്ലം വന്ന് ഇഖ്ലാസ് ഇല്ലാതായിരുന്നു എന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അഴ്മാദുൽ ഖുലൂബ് എന്ന മേഖലയിൽ ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് ഇങ്ങനത്തെ ധാരാളം സംഭവങ്ങൾ ഉദ്ധരിക്കുന്നുണ്ട്. അപ്പൊ എപ്പോഴും മദ്ഹും ദമ്മും പ്രശംസയും ആക്ഷേപവും ഒരുപോലെയായി മാറലാണ് ഇഖ്ലാസ്. ആരെന്ത് പറഞ്ഞാലും ഓനെ പ്രത്യേകിച്ചൊന്നുമില്ല, ആക്ഷേപിച്ചിട്ടും ഓനെ പ്രശ്നമില്ല, ഓനെ പ്രശംസിച്ചാലും ഓനെ പ്രത്യേകിച്ചൊന്നും തോന്നുന്നില്ല. കാരണം അവൻ ചെയ്തത് ലിവജ്ഹില്ല. ഭക്ഷണം കൊടുക്കുമ്പോൾ അല്ലാഹ് പറഞ്ഞില്ലേ, ഇന്നമാ നുത്ഇമുക്കും ലിവജ്ഹില്ല ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുക്ര. ഞങ്ങൾ ഭക്ഷണം നൽകുന്നത് ലിവജ്ഹില്ല, റബ്ബിന്റെ വജ്ഹിന് വേണ്ടി മാത്രമാണ്. നിങ്ങളിൽ നിന്ന് ഒരു പ്രതിഫലമോ നന്ദിയോ പ്രതീക്ഷിക്കുന്നില്ല. ജസാഅൻ വലാ ശുക്ര, നന്ദി പ്രതീക്ഷിക്കുന്നില്ല, പ്രതിഫലവും കാക്ഷിക്കുന്നില്ല. ഇതാണ് ശരിയായ ഇഖ്ലാസ്. നമ്മളിപ്പോൾ ഒരാളെ സഹായിച്ചു, വലിയ ബുദ്ധിമുട്ടില് ഗടങ്ങാറായി നമ്മളെ പരി വന്ന ആകെ നിലയും വിളി കൂട്ടി സങ്കടക്കപ്പെടെ പറഞ്ഞപ്പോൾ നമുക്ക് തോന്നിയ ബുദ്ധിമുട്ടാണ് ചെയ്യാം. അങ്ങനെ നമ്മളത് ഏറ്റെടുത്തു, തൽക്കാലം പോലെ ബുദ്ധിമുട്ട് തീർത്തു കൊടുത്തു. ഒരു വലിയ സന്തോഷമായി സമാധാനമായി പോയി. വൈകുന്നേരം അങ്ങാടിക്ക് ഇറങ്ങിയപ്പോൾ നമ്മളെ കണ്ടപ്പോൾ മൈൻഡ് ചെയ്യാതാണ് പോയി. നമ്മളെന്താ ചിന്തിക്കാം, എന്താ കുതിര രാവിലെ വന്നാണ്ട് ആ കൊളത്തിൽ കിടന്ന് വാങ്ങിപ്പോയത്, അപ്പൊ കണ്ടില്ല, കണ്ട ഭാവം കൂടില്ല.
നമുക്ക് തോന്നും സ്വാഭാവികമായിട്ടും. അപ്പൊ ആ ചെയ്തത് അള്ളാന്റെ വചനല്ല, ഒരു ശുക്ർ നമ്മൾ പ്രതീക്ഷിക്കുന്നു അവിടെ നിന്ന്. ഷെയ്ഖ് നാസുദ്ദീൻ അൽബാനി റഹിമഹുല്ലാ ഈ ആയത്ത് വെച്ചുകൊണ്ട് പറയാണ്, നീ ഒരാൾക്ക് നന്മ ചെയ്തു കൊടുത്തു, അയാൾ നിന്നോട് പറഞ്ഞു വല്ലാത്ത സന്തോഷമായി, എന്ത് വേണം ഞാൻ ചെയ്യാൻ തയ്യാറാണ് എന്ന് ഇങ്ങോട്ട് പറഞ്ഞപ്പോ നമ്മൾ പറഞ്ഞു ഒന്നും വേണ്ട, നീ പ്രാർത്ഥിച്ചാൽ മതി, ഒന്നും വേണ്ട, ഇത് ഓർന്നാ മതി എന്ന് പറഞ്ഞാൽ പോലും നീ ഈ ആയത്തിൽ നിന്ന് പുറത്തു പോയിരിക്കുന്നു. ഓൻ ദ്വാരക്കും അത് ഓന്റെ ബാധ്യത. പക്ഷെ നീ ദ്വാരന്നാ മതി എന്ന് പറയുമ്പോ ഒരു പ്രത്യുപകാരം പ്രതീക്ഷിച്ചു അവനിൽ നിന്ന്, അവനെ സഹായിച്ചതിന് തിരിച്ചൊന്ന് പ്രതീക്ഷിച്ചു, അവന്റെ ദ്വാര പ്രതീക്ഷിച്ചു. അത് പാടില്ല എന്നല്ല, പക്ഷെ അതുപോലും ഈ ആയത്തിന് പുറത്താണ്. കാരണം എന്താ, ലാ നുരീദു മിൻകും ജസാഅ, ഒരു പ്രതിഫലവും പ്രതീക്ഷിക്കുന്നു. ഓൻ ദ്വാരുന്നോട്ടെ, അത് ഓന്റെ ബാധ്യത. അപ്പൊ ഇത് വെച്ച് നോക്കിയാൽ നമ്മളെ നിസ്കാരം, നമ്മളെ നോമ്പ്, നമ്മളെ ഖുർആനോത്തും നമ്മളെ സ്വതക്കൊക്കെ പരലോകത്ത് കൊണ്ടാകാൻ വല്ലാതൊന്നും ഉണ്ടാവില്ല. നമുക്ക് തോന്നും നമുക്ക് ഇഖ്ലാസ് ഉണ്ട്, ആത്മാർത്ഥമായിട്ട് ചെയ്യാനൊക്കെ തോന്നും. പക്ഷേ അതൊക്കെ ഇങ്ങനത്തെ ഒരു അളവ് പോലെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ പലപ്പോഴും ഇഖ്ലാസ് ഇല്ല. നോട്ടീസ് അടിക്കുമ്പോൾ പോലും നമ്മളെ പേര് കുറച്ച് വലുതായില്ലെങ്കിൽ പോലും എടുക്കാതെ തോന്നുന്ന മനുഷ്യന്മാരാണ് പ്രസംഗിക്കാൻ പോണ ഞങ്ങളെപ്പോലത്തെ ആൾക്കാരൊക്കെ. എന്താ ഇപ്പം എൻ്റെ പേര് വലുതാകാത്ത, അവിടെ കാണുന്നില്ലല്ലോ എന്ന തോന്നല് വരെ ശൈത്താൻ. അതോടി കഴിഞ്ഞു. ഒരു മെസ്സേജ് കൊടുത്താൽ, നമ്മളെ പ്രസംഗം അപ്ലോഡ് ചെയ്താൽ എത്ര ആൾ കണ്ടു, എത്ര ആളൊരു കമന്റിൽ എഴുതി, ആരൊക്കെ അതിന് അവിടെ ലൈക്ക് അടിച്ചു, അത് ആരും പ്രത്യേകിച്ച് ഒന്നും ഒരു ലൈക്ക് അടിച്ചില്ലേ, എന്താ ചങ്ങായിമാർ കണ്ടിട്ടില്ലേ, എന്താ കണ്ടിട്ട് എല്ലാവരും ഉണ്ടാതൊക്കെ ഇത് തോന്നിക്കഴിഞ്ഞാൽ അവിടെ ഇഖ്ലാസ് ഇല്ലാന്ന്. ഞാൻ അത് പരലോകത്തേക്ക് കണക്കൂട്ടാൻ പറ്റൂല. അത്രയേറെ പ്രാധാന്യമുള്ളതാണ് നിയ്യത്തിന്റെയും ഇഖ്ലാസിന്റെയും കാര്യം. പടച്ചറബ് നമുക്കെല്ലാം ഇഖ്ലാസ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അപ്പൊ ഏതാണ് സൂചിപ്പിച്ചത്, നമ്മളെ നിസ്കാരം, നമ്മളെ ജമാഅത്തൊക്കെ പൊന്ന് അത്രയേ ഉള്ളൂ. പേരിന് വേണ്ടി അങ്ങനെയാണ് കടമ കഴിക്കാൻ വേണ്ടി ചെയ്തു പോകാന്നല്ലാതെ വേറൊന്നുമില്ല. അപ്പൊ ഏതായാലും ഫർള് നിസ്കാരങ്ങളുടെ കാര്യത്തിൽ ഒരു കണിശത നമ്മൾ കാത്തു സൂക്ഷിക്കുക. പിന്നെ സ്വാഭാവികമായി മാനുഷികമായ ചില പോരായ്മകൾ കൊണ്ട് ഒരു പക്ഷേ 1, 2, 3 വക്തൊക്കെ നമുക്ക് അഥവാ ജമാഅത്ത് എത്താൻ പറ്റിയില്ലെങ്കിലും ന്യായമായ ശരഈയായ ഉദ്റുണ്ടെങ്കിൽ നമുക്കതിന്റെ പ്രതിഫലം കിട്ടും. അപ്പൊ അത് നമ്മളൊരു തീരുമാനമെടുത്താൽ എങ്ങനെയെങ്കിലുമൊക്കെ ത്യാഗം ചെയ്തിട്ട് ഈ റമദാൻ മാസം എല്ലാ വക്തും ഒരു കൃത്യമായി ഇഖാമത്ത് വിളിക്കും മുമ്പ് പള്ളിയിലെത്തി ആ നിസ്കാരം കാത്തിരുന്ന് ഇമാമ തക്ബീറത്തുൽ ഇഹ്റാം കിട്ടുമ്പോൾ എന്നെ കൂടെ തക്ബീറത്തുൽ ഇഹ്റാം ചെല്ലാൻ എനിക്ക് പറ്റണം എന്ന് തീരുമാനിച്ചാൽ, ഒരു മാസം അങ്ങനെ ശീലിച്ചാൽ അവിടുന്ന് അങ്ങോട്ട് കുറച്ചു കാലം കൂടി നമുക്കത് നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റും. ഒന്നതാണ് നിസ്കാരത്തിന്റെ കാര്യം. നോമ്പ് നമ്മൾ ഏതായാലും നോൽക്കും, പിന്നെ സംശയമൊന്നുമില്ല. ഒരു കാരണമില്ല നോമ്പ് ഒഴിവാക്കിയാൽ ഒഞ്ഞ് കാലാകാലം നോറ്റാട്ടും കാര്യമില്ല എന്നാണ്. ഒരു കാരണവും ഇല്ലാതെ റമദാനിലെ നോമ്പ് ഒഴിവാക്കിയാൽ മൻ അഫ്തറ യൗമൻ മിൻ റമദാന മിൻ ഗൈരി ഉദ്രിൻ വലാ മറദിൻ. ഇമാം ബുഖാരി സ്വഹീഹ് ബുഖാരിയിൽ തഅലീഖായി റിപ്പോർട്ട് ചെയ്ത അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ വചനമാണ്. റമദാനിൽ യാതൊരു കാരണങ്ങളുമില്ലാതെ, ഒരു രോഗവുമില്ലാതെ ഒരു നോമ്പെടുത്തിനെ ഒഴിവാക്കിയാൽ ലം യഖ്ലിഹി സിയാമുദ്ദഹരി, കാലം മുഴുവൻ നോമ്പ് നോറ്റാലും ശരി ഈ നോമ്പ് വീടുകയില്ല. വൈൻ സ്വാമഹു, അവൻ അങ്ങനെ നോറ്റാലും ശരിയാണ്. ഒരു നോമ്പ് പോയി അതിന് പകരം പോകാൻ ജീവിതകാലം മുഴുവൻ പിന്നെ നോമ്പ് പറ്റൂ, എന്നാലും ഈ പോയ നോമ്പിന് പകരമാവൂല. റമദാൻ മാസത്തിൽ ഒന്ന് പോയാൽ അല്ലെങ്കിൽ ഷഅബാൻ മുഴുവൻ നോറ്റാലും ശവ്വാൽ മുഴുവൻ നോറ്റാലും ആ ഒന്നിന് പകരമാവില്ല, കാരണമില്ലാതെയാണെങ്കിൽ. അള്ളാഹ് നിശ്ചയിച്ച അനുവദിച്ച കാരണമുണ്ട്. രോഗിയാണ്, യാത്രക്കാരനാണ്, ആർത്തവകാരിയാണ്, പ്രസവിച്ചവളാണ്, അതൊക്കെ അള്ളാഹ് അനുവദിച്ചു തന്ന കാരണമാണ്. ആ കാരണമുണ്ടെങ്കിൽ ഓക്കെ, അവന് ഫഇദത്തുൻ മിൻ അയ്യാമിൻ ഉഖർ, മറ്റു ദിവസം നോമ്പ് നോറ്റാൽ മതി. ഒരു കാരണവും നോമ്പ് ഒഴിവാക്കി എങ്കിൽ ഇനി കാലം മുഴുവൻ നോറ്റാലും ശരി അതിന് പകരമാവുക ഇല്ല എന്ന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ ആ വചനം തഅലീഖായി ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ആ വചനം നമ്മൾ ഗൗരവമായി കാണേണ്ടതുണ്ട്. ഇപ്പൊ നോമ്പ് നമ്മൾ ഏതായാലും നോക്കണം. പിന്നുള്ള മൂന്നാമതൊരു കാര്യം ഖുർആനുമായുള്ള ബന്ധമാണ്. ഇത് കഴിഞ്ഞാൽ റമദാനിൽ ഏറ്റവും മുഖ്യം ഖുർആനാണ്. കാരണം ഖുർആന്റെ മാസമാണ്. ശഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. ഖുർആൻ ഇറക്കപ്പെട്ട മാസമാണ് റമദാൻ. അവിടെ ഏറ്റവും അധികം ബന്ധമുണ്ടാവേണ്ടത് ഖുർആനുമായിട്ടാണ്. അതിന്റെ പാരായണം തന്നെയാണ് പ്രധാനം. ഖുർആന്റെ പാരായണം തന്നെയാണ് റമദാനിൽ ഏറ്റവും പ്രധാനം. പഠനം നമുക്കാവാൻ വേണ്ടതല്ല, പക്ഷെ അതിനേക്കാളൊക്കെ പ്രാധാന്യം റമദാനിൽ വിശുദ്ധ ഖുർആന്റെ പാരായണം തന്നെയാണ്. അത് എത്ര വർദ്ധിപ്പിക്കാൻ കഴിയുമോ അത്രയും. മുൻഗാമികളൊക്കെ റമദാനിൽ ഖുർആൻ ഓതി വായിച്ചാൽ അത്ഭുതപ്പെട്ടു.
നമുക്കത് പറയാൻ പോലും നമുക്കാർക്കും അവകാശമില്ല. അത്രയേറെ റമദാൻ മാസത്തിലേക്ക് ദീർഘമായി അവർ ഖുർആൻ ഓതിയത്. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി പകലിൽ ഒരു ഖത്തം തീർക്കും, രാത്രി ഖത്തം കൊണ്ട് നിസ്കരിക്കുകയും ചെയ്യുന്നൊക്കെ ഇമാം ഷാഫിയെ കുറിച്ച് റമദാനിലൊക്കെ കാണുന്നു. അല്ലാഹു അക്ബർ. അത്രയേറെ അവരൊക്കെ ഖുർആനുമായുള്ള ബന്ധം റമദാനിൽ ഊട്ടിയുറപ്പിച്ചു നടത്തും. ഇമാം ഷാഫിക്ക് 2 തരം ഖത്തം ഓത്തേണ്ടതാണ്. ഒന്ന് ചിന്തിച്ചും ആലോചിച്ചും അർത്ഥം പഠിച്ചും നോക്കിയും അങ്ങനെ പോകുന്ന ഒരു ഖത്തം. അതൊരു പക്ഷേ ഒരു കൊല്ലം പിടിക്കും ആ ഖത്തം തീരാനാണ്. ചിലപ്പോൾ ആയത്തമോടെ സ്റ്റക്കാവും, അവിടെ നിൽക്കും, ആയത്തെക്കുറിച്ച് ഒരുപാട് ചിന്തിക്കും, അതിന് കുറേ മസലകൾ മനസ്സിലാക്കും, അതിനെ കുറിച്ച് കുറെ ചിന്തിച്ച് കുറെ കരയും, എന്തിനാണ് അടുത്ത ആയത്തിലേക്ക് പോവുക. അതിന്റെ കൂടെ ഇത്തരം ചില ഖിറാഅത്തുകൾ അവർക്കുണ്ടായത് റമദാനിൽ പ്രത്യേകിച്ചു. അങ്ങനത്തെ പ്രത്യേകമായ സ്ഥലങ്ങൾ, സന്ദർഭങ്ങൾ, പ്രത്യേകമായ സമയങ്ങൾ, അവിടെയൊക്കെ ഇങ്ങനെ ധാരാളമായി പാരായണം ചെയ്യാൻ പറ്റുന്നു. അപ്പം 3 ദിവസത്തിന് താഴെ ഖുർആൻ ഖത്തം തീർക്കാൻ പറ്റൂല എന്ന ചില ഹദീസുകളുണ്ട്. ഒറ്റ ദിവസം കൊണ്ട് ഖത്തം തീർത്തുകൂടാ. കാരണം ഓതിക്കഴിഞ്ഞാൽ ഓനെ ഗ്രഹിച്ചുകൊണ്ട് ഓതാൻ കഴിയില്ല, അതിന്റെ മര്യാദകൾ പാലിച്ചുകൊണ്ട് ഓതാൻ കഴിയില്ല എന്ന ചില ഹദീസുകൾ. അത് വിശദീകരിക്കുമ്പോൾ ഇബ്നു റജബുൽ ഹംബലി റഹിമഹുള്ളാഹി പണ്ഡിതന്മാർ ലത്വായിഫുൽ മആരിഫ് പോലുള്ള കിതാബുകൾക്ക് രേഖപ്പെടുത്തി കാണാൻ കഴിയും. ആ പഠനത്തിൽ സാധാരണ ദിവസത്തേക്കുള്ള ഒരു നിയമമാണ്. എന്നാൽ പ്രത്യേകമായ സന്ദർഭങ്ങൾ, പ്രത്യേകമായ സ്ഥലങ്ങൾ, ഉദാഹരണമായി ഒരാൾ മക്കയിൽ പോയി ഹറമിലിരിക്കുകയാണ്, മദീനത്തിൽ പോയി മസ്ജിദ് നബവിയിൽ ഇരിക്കുകയാണ്, അല്ലെങ്കിൽ റമദാൻ മാസം വന്നു പ്രത്യേകമായ സന്ദർഭമാണ്. ഇത്തരം സന്ദർഭങ്ങൾ ഉപയോഗപ്പെടുത്തുക എന്ന നിലക്കാണെങ്കിൽ ഈ ഹദീസ് അവന് ബാധകമല്ല എന്നാണ്. അപ്പൊ അവിടെ അവന് മാക്സിമം ഓതാം. ഹറമിലിരിക്കുകയാണെങ്കിൽ ഓനവിടെ സ്പീഡിൽ ഓതാൻ പറ്റും, ഓതിക്കോട്ടെ. ഇപ്പം ഇമാം ഷാഫിക്ക് എന്നത് ഹാഫിലിങ്ങളാണ്, ഈ മുസൈഫ് പോലും മറച്ചു വെക്കേണ്ട ആവശ്യമില്ല. ഒരു നടത്തത്തിലും ഇഷ്ടത്തിലും എപ്പോഴും ഒരു ഖുർആൻ ഓതിക്കൊണ്ട്. ഇമാം ഷാഫി മക്കത്ത് നിന്ന് മദീനത്തേക്ക് യാത്ര പോയപ്പോൾ 7 ദിവസം സഞ്ചരിച്ചിട്ടാണ് മദീനത്തേക്ക് അന്നെത്തിയത്. മക്കയിൽ നിന്ന് മദീനത്തേക്ക് ഇമാം ഷാഫി യാത്ര പോകുമ്പോൾ 7 ദിവസമാണ് യാത്രയ്ക്ക് മൊത്തെടുത്തത്. ആ 7 ദിവസത്തിനുള്ളിൽ 14 പ്രാവശ്യം അദ്ദേഹം ഖുർആൻ ഓതി കഴിഞ്ഞു എന്നാണ് അദ്ദേഹം തന്നെ പറഞ്ഞത്. ആ യാത്രയിൽ കഴുതപ്പുറത്തും കുതിരപ്പുറത്തും നടന്നും ഒക്കെയാണ് യാത്ര. കുറെ നടന്നു പോകും, വഴിക്ക് ആരെയും കാണുമ്പോൾ ഓലപ്പാട് കയറും, കുറച്ച് സമയം ഒരു യാത്രാ സംഘത്തെ കിട്ടും, കുറച്ച് കഴിയുമ്പോൾ അവർ വഴി മാറി വേറെ വഴിക്ക് പോകുമ്പോൾ അവിടെ ഇറങ്ങും, പിന്നെയും നടക്കും. അങ്ങനെയൊക്കെ ആയിരിക്കാം ഒരു പക്ഷേ ആ യാത്ര. അത് ഇമാം ഷാഫിക്ക് 13 വയസ്സ് പ്രായമാണ്. 13 വയസ്സ് പ്രായമാണെന്ന്. ആ സമയത്ത് 7 ദിവസം കൊണ്ടാണ് അദ്ദേഹം മക്കയിൽ നിന്ന് മദീനത്തേക്ക് എത്തിയത്. ആ 7 ദിവസത്തിനിടയിൽ 14 തവണ ഞാൻ ഖുർആൻ ഓതി തീർത്തു എന്ന് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി പറയുന്നുണ്ട് 13-ാം വയസ്സിൽ. അപ്പൊ ഓലൊക്കെയാണ് ഇതിൽ നമ്മളെ മുമ്പിലുള്ള മനുഷ്യന്മാർ. ഓല ആഗ്രഹം സ്വർഗമാണ്, നമ്മളെ ആഗ്രഹവും അതേ സ്വർഗം തന്നെ. ഓല ഏത് സ്വർഗത്തിന് വേണ്ടിയാണോ പണിയെടുത്തത് അതേ സ്വർഗം തന്നെയാണ് നമ്മളും ആഗ്രഹിക്കുന്നത്. പഠിച്ചോന്റെ ഫദ്ലല്ലാതെ വേറൊന്നും നമുക്കവിടെ പ്രതീക്ഷിക്കാനില്ല. അപ്പൊ ഒന്ന് നിസ്കാരത്തിന്റെ കാര്യം, ഫർളായ ഇബാദത്തിന്റെ കാര്യം, അത് കഴിഞ്ഞാൽ ഖുർആനുമായുള്ള ബന്ധം, അത് പ്രധാനമാണ്. അപ്പൊ നമുക്ക് നമ്മളെ ചുറ്റുപാടും സന്ദർഭം സാഹചര്യം വെച്ചുകൊണ്ട് നമുക്ക് ഷെഡ്യൂൾ ഉണ്ടാക്കാൻ പറ്റും. ഇപ്പൊ സ്ഥിരമായി ജോലിക്ക് പോകുന്ന ആൾക്കാരാണ്, ജോലി ഒഴിവാക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ പരീക്ഷയുണ്ട്, പ്രാവശ്യം SLC +2 ഒക്കെ പരീക്ഷയാണ്. അതൊക്കെ ഉണ്ടെങ്കിലും അതിനിടയിലും ഇതൊക്കെ വേണം. അതിനനുസരിച്ചൊരു പ്ലാൻ ഉണ്ടാക്കിക്കൂടി. പരീക്ഷ ഏതായാലും മോശം പഠിക്കാതെ കണ്ട് അതൊക്കെ പഠിച്ചോട്ടെ, എന്നാലും നിശ്ചിത സമയം എത്ര സമയം നമ്മൾ ഖുർആൻ ഓതാം എന്ന് തീരുമാനിക്കാനും. ഇനി നമുക്ക് ജോലിയാണ്, കച്ചവടമാണ്, പ്രസ്തുത കടയിൽ പോയിരുന്നാലും ഖുർആൻ ഓതാൻ പറ്റുന്ന ചുറ്റുപാടുണ്ട്, ആയിക്കോട്ടെ, അൽഹംദുലില്ലാഹ്, അങ്ങനെ ആവാം. ഓഫീസിൽ പോയാൽ പ്രത്യേകിച്ച് വലിയ ജോലി തിരക്കൊന്നുമില്ല, ഓഫീസ് നമ്മൾ ഉണ്ടായാൽ മതി, ആയിക്കോട്ടെ, അവിടെ നിന്ന് ഖുർആൻ ഓതാം. അങ്ങനെ നമ്മുടെ സന്ദർഭം സാഹചര്യം നോക്കിക്കൊണ്ട് എനിക്ക് ഏകദേശം എത്ര ഓതാൻ പറ്റും, ഒരു ദിവസം എനിക്ക് എത്ര ഓതാൻ പറ്റും. 5 വക്ത നിസ്കാരത്തിന്റെ അപ്പുറപ്പുറം ഓരോ പേജ് ഓതിയാൽ തന്നെ ബാങ്കുൾക്ക് പള്ളിയിലേക്ക് എത്തി റവാത്തിബ് നിസ്കരിച്ച് ഇഖാമത്ത് വിളിക്കാൻ കാത്തിക്കണ ആ സമയത്ത് ഒരു പേജ് ഓതിയാൽ, നിസ്കാരം കഴിഞ്ഞിട്ടൊരു പേജും ഓതിയാൽ ഒരു വക്തില് 2 പേജ് ഓതിയല്ലോ, 5 വക്തില് 10 പേജായി, അര ജുസ്ആയി. അത് ഈ 2 പേജ് ഓതിയാലോ 5 വക്ത് കൊണ്ട് 20 പേജായി, ഒരു ജുസ്ആയി. അപ്പൊ ഒരു വക്ത് നിസ്കാരത്തിന് അപ്പുറപ്പുറം 2 പേജ് ഓതാന്ന് വിചാരിച്ചാൽ തന്നെ ഒരു ദിവസം ഒരു ജുസ് നമുക്ക് ഒരു പ്രയാസമില്ലാതെ ഓതാൻ പറ്റും. ഇനി അതിനനുസരിച്ച് നമ്മൾ കണക്കൂട്ടുക, നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക, എങ്ങനെ ചെയ്യാൻ പറ്റുക, എപ്പോഴായിരിക്കും ഓതാൻ കഴിയുക, രാത്രി കുറച്ച് സമയം ഇരുന്ന് ഓതാൻ പറ്റുമോ, സുബഹിക്ക് നേരത്തെ ഇരുന്ന് ഓതാൻ പറ്റുമോ, സുബഹിക്ക് ശേഷം ഓതാൻ കഴിയുമോ, ഇരിക്കെപ്പോഴാണ് പറ്റുക, നമുക്ക് പറയേണ്ടാവും. നമ്മളെ ചുറ്റുപാടും സന്ദർഭവും സാഹചര്യവും, നമ്മുടെ സാധനം വാങ്ങാനുള്ളതും കടയിൽ പോകാനുള്ളതും ജോലിയും ഓഫീസും കച്ചവടങ്ങളും ഒക്കെ മുമ്പിൽ വെച്ചുകൊണ്ട് എനിക്ക് എന്താണ് ചെയ്യാൻ പറ്റുക, അതിനാണ് നമ്മൾ പിന്നെ മുൻതൂക്കം കൊടുക്കേണ്ടത്.
അതിൽ നമുക്ക് പ്ലാൻ ഉണ്ടാക്കുക, ആ പ്ലാൻ അനുസരിച്ച് മുന്നോട്ട് പോകാം. ചിലപ്പോൾ 100% നടന്നോളുന്നില്ല, ചിലപ്പോൾ അതിലേറെ ചെയ്യാൻ പറ്റിയേക്കാം. എന്നാൽ ഒരു മിനിമം പ്ലാന്, ഭയങ്കര ഓവറാക്കിയാണ് പ്ലാനൊന്നും വേണ്ട, അത് നടന്നോളുന്നില്ല. ഒരു മിനിമത്തിൽ പ്ലാൻ ചെയ്യുക, നടപ്പാക്കുമ്പോഴോ അതിലേറെ നടപ്പാക്കാൻ പറ്റും. അതാണ് മറ്റൊന്ന്. പലപ്പോഴും ഞങ്ങളെപ്പോലത്തെ മനുഷ്യന്മാരൊക്കെ പഠിച്ചത് ഇതൊന്നും ഉണ്ടാവില്ല, കുറേ ക്ലാസ് ആയിരിക്കും. ക്ലാസ് മോശമായതുകൊണ്ടൊന്നല്ല, എന്നിട്ട് 5, 6, 8, 10 മണിക്കൂർ യാത്ര ചെയ്ത് അവിടെ പോയി അതിനെ ക്ലാസ് എടുത്ത് തിരിച്ചുകൊണ്ട് പോന്ന് അന്ന് ജമാഅത്തും ഉണ്ടാവില്ല, ഖുർആനത്തും ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. ആ ക്ലാസ് കൊണ്ട് അൽഹംദുലില്ലാഹ് ചിലപ്പോൾ കുറേ നേട്ടം കിട്ടും, അത് മോശമെന്നല്ല പറഞ്ഞത്. പക്ഷെ അതും ഈ പറഞ്ഞ പോലെ ഇഖ്ലാസ് ഇല്ലെങ്കിലോ അത് വെറുതായും ചെയ്തു, ആ യാത്രയും കൂടി വെറുതായി എന്നല്ലാതെ. അങ്ങനെയൊക്കെ ചില തിരിച്ചറിവുകൾ അവിടെയൊക്കെ ഉണ്ടാകണം എന്നർത്ഥം. ഇവിടെ ഒരു ക്ലാസ് എടുക്കാൻ വേണ്ടി കണ്ണൂർ കാസർഗോഡൊക്കെ പോണ മനുഷ്യന്മാരൊക്കെ ഉണ്ട്. നമ്മളവരെ കുറ്റപ്പെടുത്തല്ല, പക്ഷെ എന്നാലും അതൊക്കെ എത്ര കണ്ട് നമുക്ക് ലാഭമാകും എന്നുള്ളത് അവനാലോചിക്കേണ്ട കാര്യമാണ്. നമ്മളൊരു ജാമ്യ ഉസ്താദിനോട് കഴിഞ്ഞ വർഷം കാസർഗോട്ടിനെ വിളിച്ചു ഒരു ക്ലാസ് എടുക്കാൻ വരാൻ വേണ്ടി ഉച്ചക്ക്. അപ്പം അദ്ദേഹം ഞാൻ വരാം, പക്ഷെ എനിക്ക് ഉച്ചക്ക് ചോറാണെന്നാണ്. അതിന് മുന്നേ റമദാനിലാണ്, അത് റമദാനിൽ ഞാൻ യാത്രക്കാരല്ലേ, ഇവിടെ കാസർഗോട്ട് യാത്രക്കാരാണ്, യാത്രക്കാരൻ നോമ്പ് നിർബന്ധമില്ല. ഞാൻ ക്ലാസ് എടുത്തോളെങ്കിൽ നിങ്ങൾ ചോറ് വെക്കാൻ തന്നെ, എന്നാ നിങ്ങൾ വരണ്ടാറ്. അപ്പം അങ്ങനെ പറഞ്ഞാൽ മതി, ഇന്ന് തീരുപ്പതൊക്കെ. ഇത് ആളുകൾക്ക് താഴ്ച റമദാൻ മാസം വന്നാൽ പിന്നെ നമ്മളെ പോലത്തെ കുറച്ച് ആൾക്കാർ ഫുള്ള് ക്ലാസ് എടുക്കാൻ പോകുന്നതാണ്. സുബി ക്ലാസ്, ലോഹർ ക്ലാസ്, അസർ ക്ലാസ്, തറാവി ക്ലാസ്, ഇങ്ങനെ ക്ലാസ് എടുക്കാൻ വേണ്ടി പോകും. എന്താ പറയുക കാര്യങ്ങൾ, ക്ലാസ് മോശമായതുകൊണ്ടല്ല, പക്ഷെ ഇതൊക്കെ ചിലപ്പോൾ തിരിച്ചടിക്കോ എന്നുള്ള വേചാരം കൂടി നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. അവിടെയൊക്കെ ഇപ്പം ക്ലാസ് എടുത്താണ് പോന്നിട്ട് ആ ക്ലാസ് കഴിഞ്ഞ് വേണ്ട പോലും അത് കേട്ടുന്ന ആടമ്പാട് സാധാരണക്കാർ ആ ജീവിതത്തിൽ പാലിക്കും. ഇത് പറഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ പാലിക്കാൻ ചിലപ്പോൾ നേരം ഉണ്ടാവില്ല, ഒഴിവുണ്ടാവില്ല, അതിപ്പോൾ ആലോചിച്ചിട്ടുണ്ടാവില്ല. അങ്ങനെ ക്ലാസ് എടുത്ത് നട്ടക്കാരായി മാറുന്ന ഇത് ആകാതിരിക്കാൻ ഏതായാലും ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്നിട്ട് ഇങ്ങനെ കുറേ ക്ലാസ് വെക്കുക, കുറേ ആൾക്കാർ വരിക, ഒരു ക്ലാസ് എടുത്ത് പോയി ആൾക്കാർ കേട്ട് അന്ന് വിഷയമല്ല, എന്തേ പഠിഞ്ഞോ, റമദാൻ 30 ദിവസം ക്ലാസ് എടുത്തിട്ട് എന്തായിരിക്കും വല്ലതും പഠിഞ്ഞ അതൊന്നുമില്ല. ഒരു സാഹിത്യ സമാജന്മാർ കുറേ മനുഷ്യന്മാർ വരിക, ഒരു പ്രസംഗിച്ചോട് പോകുന്നല്ലാതെ വേറെ പ്രത്യേകിച്ച് ഒരു ഫായിലൊന്നും ഇല്ലെങ്കിൽ അത് വേണ്ട. എനിക്ക് നല്ല ആൾക്കാരെ വിളിച്ചോട്ടെ, നിങ്ങളെ കുറിച്ച് ഖുർആൻ ഓതിക്കോളി എന്ന് പറഞ്ഞാൽ മതി. ഒരു ഫാത്തിഹ മലയൊക്കെ ഓതാൻ പഠിപ്പിച്ചു കൊടുത്താളി. പള്ളിക്ക് ഇമാമുണ്ടാവില്ല, ഇമാമോട് പറയാം നമ്മൾ 30 ദിവസം ഫാത്തിഹ പഠിപ്പിക്കുക, ആൾക്കാരെ പഠിച്ചോട്ടെ, എവിടെയെങ്കിലും ആളെ തിരഞ്ഞെടുത്ത് കൊണ്ടൊന്നും വേണ്ട. അപ്പൊ അവിടെയൊക്കെ ചില തിരിച്ചറിവുകൾ ഉണ്ടാവേണ്ടതുണ്ട്. അതായത് ഇതൊന്നും വേണ്ടെന്നല്ല പറഞ്ഞത്, പക്ഷെ ചില തിരിച്ചറിവുകൾ, എന്തിനാ അതൊക്കെ സംഘടിപ്പിക്കുന്ന ആളുകൾ നെയ്യത്തും വരുന്ന മനുഷ്യന്മാർ നെയ്യത്തും ഒക്കെ ഇത് ശരിയായി കിട്ടേണ്ടതുണ്ട്. അത് വെറുതെ നമ്മളെ പള്ളി സജീവമാണ്, അവിടെ ദിവസം 30 ദിവസം ക്ലാസ് ഉണ്ട്, എന്താ അവിടെ ആള് എന്ന് പറയാനാണെങ്കിൽ അത് പറഞ്ഞോളും, അത് കിട്ടിക്കോളും, വേറൊന്നുണ്ടാവില്ല. മാനവ എന്താണ് ഉദ്ദേശം ഉണ്ടാവും. നമ്മളെ പള്ളി ഉഷാറാണ്, അവിടെ ഭയങ്കര സജീവമാണ്, അവിടെ കണ്ടാമന ആളുണ്ട്, കണ്ടാമന ആൾ നോമ്പെടുക്കാറുണ്ട്, എല്ലാവരും അത് പറയാൻ വലിയ പേരാവണം, ആയിക്കോട്ടെ, അപ്പം അത് കിട്ടും, അതിനപ്പുറം വേറൊന്നും കിട്ടൂല, അതേ ഉണ്ടാവുള്ളൂ. അതിനപ്പുറത്തേക്ക് പറയാൻ നമുക്ക് അവിടെ അപ്പോൾ ലക്ഷ്യം വെക്കാനൊന്നും കഴിയൂല. പലപ്പോഴും അങ്ങനെയാണ് ഇപ്പോൾ പോണത്, പലതും അങ്ങനെയാണ്. എന്തിനാ വെച്ചാൽ ഒക്കെ ഇങ്ങനത്തെ ചില കാട്ടിക്കൂട്ടലുകൾ, ചില ജാടകൾ, അത് ഭയങ്കര സംഭവമാക്കി, അത് ഭയങ്കര റിപ്പോർട്ടാക്കി, അത് പറഞ്ഞിട്ട് അതിൻ്റെ ഒരു മേന്മ പറഞ്ഞിട്ട് അയോടെ എല്ലാം കഴിഞ്ഞു പോയി. അങ്ങനെ ആയിക്കോട്ടെ, നമ്മൾ അങ്ങനത്തെ ഒരു ആമിനത്തുൻ നാസിബ എന്ന് പറഞ്ഞ അധ്വാനിച്ച് ക്ഷീണിച്ചവരായിട്ട് നരകത്ത് പോണ അവസ്ഥ അതൊരിക്കലും ഉണ്ടാകാൻ പാടില്ല. ഞങ്ങളൊന്നും റമദാനിൽ പൊതുവെ ക്ലാസ് വല്ലാതെ ഏൽക്കലില്ല, ഒന്നും ഉണ്ടായിട്ടില്ല. കാര്യമില്ലാത്തതുകൊണ്ടോ ഏൽക്കാൻ പറ്റാത്തതുകൊണ്ടൊന്നും അല്ല, പക്ഷെ അത് വേണ്ടെന്നുള്ള വെക്കാനും അങ്ങനെ കുറേ ക്ലാസ് ഏറ്റിട്ട് അങ്ങനെ പോകണം. എനിക്കന്ന് ആ സമയം കൊണ്ട് വേറെ പലതും ചെയ്യാൻ പറ്റും എന്നൊരു വിചാരമാണ്. ചെയ്യാൻ ചിലപ്പോൾ പറ്റുന്നുണ്ടാവില്ല, അത് വേറെ കാര്യം. എന്നാലും അങ്ങനെ വ്യാപകമായി നടന്ന് ക്ലാസ് എടുത്ത് പോണ അവസ്ഥയിൽ നിന്ന് മാറാൻ തന്നെയാണ് നമ്മളൊക്കെ ശ്രമിക്കുന്നത്. ഏതെന്നാലും ഒന്ന് ഫർളായ കാര്യങ്ങൾ, 2 ഖുർആനുമായുള്ള ബന്ധം, 3 സ്വതക്ക. റമദാനിൽ പ്രത്യേകിച്ചുള്ള കാര്യം സ്വതക്കയാണ്. കുറേ സ്വതക്ക ചെയ്യാൻ ചിലപ്പോൾ റമദാൻ നമുക്കായിരിക്കും വരുമാനം, റമദാൻ പ്രത്യേകിച്ച് വരുമാനം ഉണ്ടായിക്കൊള്ളുന്നില്ല. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ നേരത്തെ തന്നെ പ്ലാൻ ചെയ്ത് പോകേണ്ടി വരും. കുറച്ച് നേരത്തെ തന്നെ നിങ്ങൾക്ക് പ്ലാൻ ചെയ്ത് റമദാനിലേക്ക് ഇങ്ങനെ വില ഒരുക്കൂട്ടി വെച്ച് റമദാൻ സ്വതക്ക ചെയ്യാൻ വേണ്ടി അങ്ങനെ ഇരിക്കുന്ന മനുഷ്യന്മാരൊക്കെ ഉണ്ട്, വലിയ ഭാഗ്യവാന്മാർ അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് ഉള്ളതനുസരിച്ച് കുറേ വലിയ സംഖ്യ കൊടുക്കുക എന്നുള്ളതല്ല. സ്വതക്ക എന്ന് പറയുമ്പോൾ കുറെ സംഖ്യയേക്കാളേറെ എല്ലാത്തിലും പറഞ്ഞപ്പോൾ ഇതിലും നെയ്യത്താണ് പ്രധാനം. ഒരു ദിർഹം 1000 ദിർഹമിനെ മറികടക്കുമെന്നാണ് നബി തങ്ങൾ പറഞ്ഞത്. ഒരാൾ 1000 കൊടുത്തു, മറ്റോ 1 കൊടുത്തു, ചിലപ്പോൾ 1000 കൊടുത്തതിനേക്കാളും കൂലി 1 കൊടുത്തതിന് കിട്ടും. ആ 1 ഓൻ അധ്വാനിച്ചുണ്ടാക്കിയതാണ്, ഓനതിന് വിയർപ്പുണ്ട്, ഓനതിന് വിലണ്ട്. മറ്റോനെ 1000 വെറുതെട്ടിലാണ്, അതിന് പ്രത്യേകിച്ച് ഒരു മുടക്കില്ല, ഒന്നുമില്ല, ഓനെ അക്കൗണ്ടിൽ അങ്ങനെ വരുന്നുണ്ട്, ഓ അങ്ങനെ പോകണ്ട്, ഒന്നും അറിയണില്ല, അങ്ങനെ ആയിരിക്കാം. അപ്പൊ അവന്റെ 1000-ത്തേക്കാളേറെ ചിലപ്പോൾ ഒരുത്തന്റെ 1-ന് പ്രതിഫലം കിട്ടിയേക്കാം. അതും തന്നെ ആത്മാർത്ഥമായി ചെയ്യും. നബി തങ്ങൾ ഏറ്റവും അധികം സ്വതക്ക ചെയ്തത് റമദാനിലാണ്.
മദീനത്തെ ഏറ്റവും വലിയ ധർമ്മിട്ടൻ നബി തങ്ങളുമാണ്. കാന അജ്വദന്നാസ്, ജനങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും വലിയ ധർമ്മിട്ടൻ പ്രവാചകനായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. നാം മദീനത്തെ ഏറ്റവും വലിയ മുതലാളി നബിയാണോ? അല്ലല്ലോ. മദീനത്തെ മുതലാളിമാരെ ലിസ്റ്റ് ചെയ്താൽ ആ ലിസ്റ്റിൽ നബിന്റെ പേരുണ്ടാവോ? ഏതായാലും ഇല്ല. മദീനത്തെ ഏറ്റവും പാവപ്പെട്ടവരിൽപ്പെട്ടവരാണ് അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. നബിന്റെ വീടാണ് ഈത്തപ്പന്റെ ഓല കൊണ്ട് മറച്ച വീടാണ്. ഈത്തപ്പന്റെ ഓല മെടഞ്ഞിട്ടുണ്ടാക്കിയ വാതിലാണ് ആ വീടിനുള്ളത്. ആയിഷ ബീവി പറയുന്നത്, ഞങ്ങളെ വീട്ടിൽ പ്രായപൂർത്തിയോട് അടുത്തൊരു കുട്ടി, ഒരു 10 വയസ്സ് 11 വയസ്സുള്ള കുട്ടി കൈ പൊന്തിച്ചാൽ ഞങ്ങളെ മേൽക്കുരയിൽ തട്ടുമായിരുന്നു. ഒരു 10, 11, 12 വയസ്സുള്ള കുട്ടി ഇങ്ങനെ കൈ പൊന്തിച്ചാൽ മേലെ തട്ടും. അതാ ഞങ്ങളെ വീട്. അരക്കുയരത്തിൽ ഉരുളങ്കല്ല് ഇങ്ങനെ കുത്തിണ്ടാക്കി വെച്ച മതിലാണ് നബിന്റെ മതില്. ഈത്തപ്പന്റെ തടി കൊടുത്തിട്ട് ഇങ്ങനെ വെച്ച തൂണാണ്. ബാക്കി ഈത്തപ്പന്റെ ഓല മറച്ച ഒരു ഓലപ്പരയാണ്. വാതിൽ ഈത്തപ്പന്റെ ഓല മെടഞ്ഞുണ്ടാക്കിയ വാതിലാണ്. 2 മാസം തീ കത്താത്ത വീടാണ്. കുഞ്ഞാ നറൽ ഹിലാല സുമ്മൽ ഹിലാല സുമ്മൽ ഹിലാല ശഹ്റൈനി മുതതാബിഈൻ. ആയിഷ ബീവി പറഞ്ഞു, ഇമാം ബുഖാരി റിപ്പോർട്ട് ഹദീസാണ്, ഞങ്ങളെ വീട്ടിൽ 2 മാസം തീ കത്താറില്ല. അപ്പൊ കേട്ടൊളിച്ച് പിന്നെ എങ്ങനെ ഉമ്മങ്ങൾ ജീവിച്ചത്? അൽ അസ്വദാനി അത്തംറു വൽ മാ, മോനെ പച്ചവെള്ളവും കാരക്കയും കഴിച്ചിട്ടാണ് ഞങ്ങൾ കഴിച്ചും കൂട്ടിയിരുന്നത്. 2 മാസം തീ കത്താത്ത വീട്. ആ വീട്ടുകാരനെ പറ്റി പറയാണ് ജനങ്ങളെ കൂടുതൽ ഏറ്റവും വലിയ ധർമ്മിട്ടൻ ആ പെരക്കാരനായിരുന്നു. ഇതെങ്ങനെ പരിപാടിയപ്പോ നമ്മളെ പറ്റി പറയാൻ കഴിയും? ആര് മരിച്ചാൽ നബി തങ്ങൾ പറയുമായിരുന്നു, മൻ തറക റിയാലൻ ഔ ദൈനൻ ഫഇലയ്യ ഔ അലയ്യ. ആരെങ്കിലും മരിക്കുമ്പോൾ പ്രായപൂർത്തിയാവാത്ത ചെറിയ ചെറിയ മക്കൾ ബാക്കിയാക്കിക്കൊണ്ടാണ് മരിച്ചു പോണതെങ്കിൽ നിന്റെ അടുത്തേക്ക് വിട്ടോളി, ഞാൻ നോക്കിക്കോളാം. ആരെ മരിക്കുമ്പോൾ കടമുണ്ടെങ്കിൽ ഇങ്ങോട്ട് പറഞ്ഞോളി, ഞാൻ ഏറ്റെടുത്തോളാം. ഒമൻ തറക മാലൻ ഫലി വറസതിഹി, മരിക്കുമ്പോൾ സ്വത്ത് ബാക്കിയുണ്ടെങ്കിൽ അത് ഓന്റെ അവകാശം എടുത്തോട്ടെ, എനിക്ക് വേണ്ട. ഓരോ സ്വത്തുണ്ട്, അത് അവകാശം കൊടുത്തോളി. കടമുണ്ടോ, ഇങ്ങോട്ട് വിട്ടോളി, ഞാൻ ചെയ്യാം. നബിക്ക് എന്താ അതിനുമാത്രം വകുപ്പുള്ളത്? അപ്പൊ ആ നാട്ടിൽ ഏറ്റവും വലിയ ധർമ്മിട്ടൻ നബി തങ്ങളായിരുന്നു. അപ്പൊ കുറെ വലിയ സംഖ്യ കൊടുക്കുക എന്നുള്ളതല്ല, ആ ഒരു മനസ്സ്, ആ ഒരു മനസ്സ്. എല്ലാവരുടെയും പ്രശ്നങ്ങൾ ഏറ്റെടുക്കണം, എല്ലാവർക്കും താങ്ങും തണലുമാകണം. ആരെന്ത് ബുദ്ധിമുട്ട് പറഞ്ഞാലും അതൊക്കെ ഏറ്റെടുക്കാൻ കഴിയണം. ആ ഒരു മനസ്സുണ്ടല്ലോ, അത് പ്രധാനമാണ്. നബി ഞങ്ങൾ ആദ്യമായി വഹയി കിട്ടി പേടിച്ച് വിറച്ച് പനി പിടിച്ച് വന്ന് കിടക്കുമ്പോ ഖദീജ ബീവി സമാധാനിപ്പിച്ച വാക്കുണ്ടല്ലോ, നിങ്ങൾ അല്ല കൈ വയ്ക്കൂല, അല്ല നിങ്ങളെ എടുങ്ങാറാക്കൂല. വല്ലാഹി ലൻ യുഖ്സിക അല്ലാഹു അബദ, പടച്ച റബ്ബാണ് സത്യം, അല്ലാഹു നിങ്ങളെ കൈയൊഴികയില്ല. കാരണം നിങ്ങൾ മറ്റുള്ളവരുടെ ഭാരങ്ങളെ ഏറ്റെടുക്കുന്നവരാണ്, അതിഥിയെ സൽക്കരിക്കുന്നവരാണ്, ഇല്ലാത്തവന് വേണ്ടി സമ്പാദിക്കുക, തക്സിബുൽ മഅദൂമ, ഇല്ലാത്തവന് വേണ്ടി നിങ്ങൾ സമ്പാദിക്കുന്നവരാണ്. വതുഈനു അലാ നവാഇബിൽ ഹഖ്, ഹക്കിന്റെ എല്ലാ മേഖലകളെയും നിങ്ങൾ സഹായിക്കുന്നവരാണ്. അതുകൊണ്ട് അല്ലാഹു നിങ്ങളെ വൃഥാവിലാക്കൂല, കൈയൊഴിയൂല എന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ച ആ മനസ്സാണ് നമുക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടത്. നാട്ടിൽ കുറേ മനുഷ്യന്മാർക്ക് ബുദ്ധിമുട്ടുണ്ട്, ഇതൊക്കെ പാടെ നമുക്ക് തീർക്കാൻ കഴിഞ്ഞോളന്നില്ല. പക്ഷേ ഒരു ബുദ്ധിമുട്ട് വന്ന് പറയുമ്പോൾ അത് ചെയ്തു കൊടുക്കണമല്ലോ, എന്തെങ്കിലുമൊക്കെ ആയിട്ട് അതിനൊരു പരിഹാരം വേണമല്ലോ എന്ന് ചിന്തിക്കാൻ നമുക്ക് പറ്റൂലേ? ചിലപ്പോൾ നമ്മളടുത്ത് പൈസ ഉണ്ടാവില്ല, വേറെ ആൾ പറഞ്ഞാൽ മതി, അങ്ങനെ ഒരു ആളുണ്ട് വലിയ ബുദ്ധിമുട്ടിലാണ്, വല്ലതും പറ്റി ചെയ്തു കൊടുക്കി എന്ന് പറഞ്ഞാൽ ആരെയും കൊടുത്തോളും. അല്ലെങ്കിൽ വേണം പറയണം, എന്നോട് പോയിക്കോ, ഞാൻ ഒന്ന് വിളിച്ചു പറഞ്ഞോളാം, അയാൾ ചെയ്യാതെ നിൽക്കൂല, ഞാൻ ഒന്ന് പറയാം, അല്ലെങ്കിൽ ഞാനും കൂടെ പോരാം, ഇത് നമുക്ക് പറ്റൂലേ? വലാ യഹുല്ലു അലാ തുആമിൽ മിസ്കീൻ, മിസ്കീന് ഭക്ഷണം കൊടുക്കാത്തവർ എന്നല്ല, മിസ്കീന്റെ ഭക്ഷണത്തിന് പ്രോത്സാഹനം കൊടുക്കാത്തവൻ. ഭക്ഷണം കൊടുക്കാൻ എല്ലാവർക്കും കഴിഞ്ഞോളന്നില്ല, എപ്പോഴും കഴിഞ്ഞോളന്നില്ല. എന്നാൽ പ്രോത്സാഹനം കൊടുക്കാനോ എല്ലാവർക്കും പറ്റും, ഒരു മനസ്സുണ്ടായാൽ മതി. അപ്പൊ നാട്ടിലൊരു ബുദ്ധിമുട്ടുണ്ട്, പ്രയാസമുണ്ട്, ഒരാൾക്ക് കഷ്ടപ്പാടുണ്ട്, അത് പരിഹരിക്കണം, അതിനെന്തെങ്കിലും ചെയ്തു കൊടുക്കണം എന്ന് ചിന്തിക്കാൻ നമുക്ക് പറ്റും, അതിനുവേണ്ടി പരിശ്രമിക്കാൻ നമുക്ക് പറ്റും. ഇബ്നു അബ്ബാസ് പറഞ്ഞു, ഒരാളുടെ ആവശ്യം പരിഹരിക്കാൻ വേണ്ടി അവനെ കൂടെ ഇറങ്ങിപ്പുറപ്പെടലാണ് 1 മാസം മദീനത്തെ പള്ളിക്ക് ഇത്തികാഫിനേക്കാളും ഖൈറായത് എന്നാണ്. മദീന പള്ളി ഇപ്പോൾ 1 മാസം ഇത്തികാഫിരിക്കുക, അതിലേറെ നല്ലത് ഒരുത്തൻ്റെ ഒപ്പം ഇറങ്ങിക്കൊടുക്കുക, ഓന്റെ പ്രശ്നം തീർക്കാൻ. ഓനൊരു ബുദ്ധിമുട്ടുണ്ട്,
ഒരു പ്രയാസമുണ്ട്, എന്നാ വേണം ഞാനും വരാം, നമ്മൾ പോയി നോക്കുക, എവിടെയും പോയിട്ട് എന്തെങ്കിലും ചെയ്യാം എന്ന് പറഞ്ഞാൽ അവന്റെ കൂടെ ഇറങ്ങി പുറപ്പെട്ട് അവന്റെ പ്രശ്നം തീർക്കാൻ പരിശ്രമിക്കുക. അതാണ് 1 മാസം മദീനത്തെ പള്ളിയിൽ ഇഴ്തികാഫിനേക്കാളും ശ്രദ്ധമായത് എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ പഠിപ്പിക്കുകയാണ്. ആ മനസ്സ് നമുക്ക് എന്നും ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കണം. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമ്മളെടുത്ത് വരട്ടെ, അൽഹംദുലില്ലാഹ് ഒരു വരട്ടെ, നമുക്ക് ഒന്നുമില്ലെങ്കിലും ഒന്ന് സമാധാനിപ്പിക്കാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, ഒന്ന് സമാധാനിപ്പിച്ച് ഓന് വേണ്ടി പ്രാർത്ഥിച്ച് സാരല്ല, നമുക്ക് എന്തൊക്കെ വഴി ഉണ്ടാക്കാം, നമ്മൾ ദ്വാരക്ക, നീയും ദ്വാരക്ക്, അതൊക്കെ ശരിയാവും, അതൊക്കെ അങ്ങനെ തന്നെ, ഇപ്പൊ ആർക്കാ ബുദ്ധിമുട്ടില്ലാത്തത് എന്നൊക്കെ പറഞ്ഞ് ഓനെ സമാധാനിപ്പിച്ച് വിട്ടാൽ തന്നെ ഓനെ സംബന്ധിച്ച് വലിയ ആശ്വാസമായിരിക്കും. ഒന്നുമില്ലെങ്കിലും അടുത്ത് പോയി വന്നാൽ ഒരു സമാധാനം കിട്ടിയല്ലോ, സാരല്ല ബാക്കി ആയിക്കോളും എന്ന ഒരു റാഹത്ത് കൊടുക്കാൻ പറ്റാൻ സുറൂറുൻ തുദ്ഖിലുഹു ഫീ ഖൽബി മുസ്ലിം, മുസ്ലിമിന്റെ മനസ്സിൽ നീ ഉണ്ടാക്കി കൊടുക്കുന്ന സന്തോഷം അത് വലിയ പ്രാധാന്യമുള്ള കാര്യമായി പഠിപ്പിക്കപ്പെടുന്നു. അപ്പൊ അങ്ങനെയൊക്കെ ഒന്ന് ചിന്തിച്ചാൽ നമുക്കും പറ്റുന്നതൊക്കെ, നമ്മളെല്ലാ ബുദ്ധിമുട്ടും തീർന്നിട്ട് നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. നമ്മളൊക്കെ എല്ലാ ആവശ്യം കഴിഞ്ഞ് ഫ്രീ ആയിട്ട് അഞ്ഞ് കുറച്ച് പൈസ ഉണ്ട് ഇവിടെ സ്വതക്ക ചെയ്യാൻ എന്ന് പറയണ ആരുണ്ടാവില്ല. പൈസ എത്ര കൂടിയോ അത്രയും നമുക്ക് ആവശ്യം കൂടും. പൈസക്കൊക്കെ പ്രത്യേകത ഉണ്ട്. പണം കൂടുന്തോറും ടെൻഷൻ കൂടും, പണം കൂടുന്തോറും ആവശ്യം കൂടും. ഇപ്പൊ വെറുതെ 50,000 ആണ് തന്നോട്ടെ, നമുക്ക് ഒരു 50,000 വെറുതെ തന്നു, അത് അപ്പം ഇങ്ങനെ ആലോചിച്ചുണ്ടാക്കുമ്പോൾ ഇത് എന്തിനാ ഉപയോഗിക്കുക, അതിങ്ങനെ ആലോചിച്ചൊരു 10 മിനിറ്റ് കൊണ്ട് പിന്നെ നോക്കുമ്പോൾ 50,000 മതിയാവൂല. അതിന് നമുക്ക് ആവശ്യം ചെയ്തു. ഒരു 50,000 കിട്ടിക്കഴിയുമ്പോഴാണ് നമുക്ക് അത് വാങ്ങാം, ഇത് വാങ്ങാം, മറ്റേ വാങ്ങാം. അപ്പൊ ഇതിലൊക്കെ പാട് നോക്കുമ്പോൾ അവസാനം ഒരു 60,000 രൂപ ലിസ്റ്റ് ഉണ്ടാവും. ഒരു 10 കൂടി കിട്ടിയപ്പോൾ അതാണ് പൂർത്തിയായി. ആ 10 മിനിറ്റ് പൂർത്തിയാവില്ല, അപ്പൊ വേറെ വരും. നബി ഞങ്ങൾ പറഞ്ഞില്ലേ, സ്വർണത്തിന്റെ ഒരു മല ഒന്നാകെ കൊടുത്താലും യവദ്വയക്കുലഹുവാദിയാനി, ഇങ്ങനത്തെ ഒന്നുകൂടി കിട്ടുമെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നു. ഒരു മല ഒന്നാകം സ്വർണ്ണാക്കിയിട്ട് കൊടുത്തത് എടുത്തോ, അല്ലെങ്കിൽ ഇഷ്ടമുള്ള ഉപയോഗിച്ചോ പറഞ്ഞാൽ മറ്റേ മലയും കൂടി കിട്ടിക്കണമെങ്കിൽ എല്ലാ പ്രശ്നവും തീർന്നിരുന്നു എന്നേ വിചാരിക്കുള്ളൂ. നബി ഞങ്ങളെ പല ഹദീസ് കാണാം, അല്ലാഹു തആല 3 ആളെ പരീക്ഷിച്ചത് ഇമാം ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത മുത്തഫഖ് അലൈഹി ഹദീസാണ്. 3 ആളെ പരീക്ഷിക്കാൻ തീരുമാനിച്ചു എന്നാണ്. ഒരു മനുഷ്യന് വെള്ളപ്പാണ്ടുകാരനാണ്, ശരീരമാസകലം വെള്ളപ്പാണ്ടിന് അടയാളങ്ങളുണ്ട്, കണ്ടാൽ തന്നെ എല്ലാവർക്കും ഒരു അറപ്പുള്ള അവസ്ഥയാണ്. ഒന്ന് ഓനെ പരീക്ഷിക്കാനുള്ള തീരുമാനിച്ചു. ഒരു മലക്കിനെ പറഞ്ഞയച്ചു, ഒരിടത്ത് മനുഷ്യരൂപത്തിൽ. മലക്ക് വന്നിട്ട് ഒരിടത്ത് വന്ന് ചോദിച്ചു, എനിക്ക് എന്താണ് ജീവിതത്തിൽ ഏറ്റവും ആഗ്രഹമുള്ള സംഗതി, ഇത് പറഞ്ഞോ. അപ്പോൾ അവൻ പറഞ്ഞു, എനിക്കെൻ്റെ ഈ തൊലിയൊക്കെ ഒന്ന് ഉഷാറായി, ഈ വെള്ളപ്പാണ്ടൊക്കെ ഒന്ന് മാറി, ഒരു ആൾക്കാരെ കാണാൻ പറ്റിയ കൊളുത്ത് കായി കിട്ടിയാൽ മതി, അതാണ് ഏറ്റവും വലിയ ആഗ്രഹം. ഈ മലക്ക് അദ്ദേഹത്തെ ശരീരത്തിൽ തടവിയപ്പോൾ കംപ്ലീറ്റ് മാറി, നല്ല സുന്ദരനായി മാറി. എന്നിട്ട് ചോദിച്ചു, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്വത്ത് ഏതാണ്? അപ്പോൾ പറഞ്ഞു, എനിക്ക് ഒട്ടകമാണ് ഏറ്റവും ഇഷ്ടം. അപ്പം ഈ മലക്ക്, മനുഷ്യരൂപത്തിൽ വന്ന മലക്ക് ഒരു ഒട്ടകത്തെ കൊടുത്തിട്ട് പറഞ്ഞു, പടച്ചറബ് എനിക്ക് ബറക്കത്ത് ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ ഈ ഒട്ടകം അയാൾ ഉപയോഗപ്പെടുത്തി. അത് ഗർഭിണിയായ ഒട്ടകമായിരുന്നു. ആ ഒട്ടകം പ്രസവിച്ചു, അതിന് മക്കളുണ്ടായി. പിന്നീട് ആ മക്കൾ വലുതായി, അത് പ്രസവിച്ചു. അങ്ങനെ കുറഞ്ഞ കാലം കൊണ്ട് പെറ്റ് പെരുകി ഒരു താഴ്വര ഒന്നാകെ ഒട്ടകമുള്ള വലിയ ഒട്ടകക്കൂട്ടങ്ങളുടെ മുതലാളിയായിട്ട് ഇയാൾ മാറി. കണ്ടമാനം സ്വത്തുള്ള വലിയ സമ്പന്നനായി മാറി. ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നിന്ന് വന്ന് വലിയ സാമ്പത്തിക അവസ്ഥയ്ക്ക് ഇയാൾ മാറി. കുറെ കാലങ്ങൾക്ക് ശേഷം ഈ മലക്ക് വീണ്ടും വരികയാണ് ഇയാളുടെ അടുത്തേക്ക്. ഇയാളുടെ പഴയ രൂപത്തിൽ, ഒരു വെള്ളപ്പാണ്ടുകാരന്റെ രൂപത്തിന് മലക്ക് വരുന്നു. ഇയാളത്ത് വന്നിട്ട് പറഞ്ഞു, ഒരു മിസ്കീനാണ്, സാധുവാണ്, ഒരു യാത്രാമധ്യേ ഇവിടെ വന്ന ബുദ്ധിമുട്ടിലാണ്, അവിടെ നാട്ടിലെത്തണമെങ്കിൽ നിങ്ങളൊക്കെ പടന്ന് വിചാരിച്ചെങ്കിലേ അള്ളാഹുവിന്റെ തൗഫീഖോട് കൂടി എത്താൻ കഴിയുള്ളൂ, അവിടെ ഒരു ഒട്ടകത്തെ എനിക്ക് തരുമോ? വേറെ വാക്കുണ്ടാൽ ഹുഖൂഖു കസീറ, ഒരുപാട് കമ്മിറ്റ്മെന്റുകളുണ്ട്, കണ്ടമാനം കൊടുക്കാനുണ്ട്, ഒരുപാട് ചെലവ്, ഒരുപാട് ആവശ്യങ്ങളുണ്ട്, അവിടെ ഇപ്പൊ തരാൻ പറ്റുന്ന അവസ്ഥ ഇതല്ല. അപ്പൊ ഇയാൾ പറഞ്ഞു, നിങ്ങളെ പരിചയമുള്ള പോലെ ഉണ്ടല്ലോ, നിങ്ങൾ പണ്ടിങ്ങനെ ഒരു വെള്ളപ്പാണ്ടുള്ള ആളായിരുന്നു, ഒരു ഫക്കീറായ മനുഷ്യനായിരുന്നു. ഹേയ്, അതൊന്നും ആര് പറഞ്ഞു? ഇതൊക്കെ ഞാനിങ്ങനെ ഇതൊക്കെ ഞങ്ങളുടെ ബാപ്പ വലിയ പൈസക്കാരായിരുന്നു, വല്യപ്പാക്ക് അതിലേറെ സ്വത്തുണ്ടായിരുന്നു, അങ്ങനെ കൈമാറി താവഴിയായിട്ട് പോന്നതാണ്, ഞാൻ അങ്ങനത്തെ ആളൊന്നുമല്ല എന്ന് പറയാൾ പോയിതാണ്. അപ്പൊ മലക്ക് പറഞ്ഞു, നീ പറഞ്ഞ കളവാണെങ്കിൽ നിന്റെ പഴയ അവസ്ഥയ്ക്ക് പടച്ചറപ്പിനെ മാറ്റിത്തരട്ടെ എന്ന് പ്രാർത്ഥിച്ചു. ഇയാളെ പഴയ അവസ്ഥയ്ക്ക് മാറിയതാണ്. അപ്പൊ എത്ര സമ്പത്തുണ്ടായാലും ഒരു ടൈറ്റ് കൂടെ ചെയ്യാം. പൈസ കൂടുന്തോറും ലൂസാവില്ല, ടൈറ്റ് കൂടും. അത് മനുഷ്യന്മാരെ പ്രത്യേകതയാണ്. എത്ര വലിയ പൈസ ഉണ്ടായാലും
വെളുത്ത് പോയി നോക്കി പിന്നെ ഓനില്ലാത്ത എടുക്കാറുണ്ടാവില്ല. ഓരോ ഒരുപാട് പ്രശ്നങ്ങൾ, ആകെ പ്രയാസങ്ങൾ, എത്ര ഇപ്പോൾ ഇതാകണില്ല, ഒപ്പിച്ച് നോക്കണില്ല, ഇതാണ് അവൻ പറയുള്ളൂ. എനിക്ക് നല്ല സുഖാന്ന് പറഞ്ഞ മനുഷ്യന്മാരെ നമ്മൾ അധികമൊന്നും കാണില്ല, ഒറ്റപ്പെട്ട ആളുകളുണ്ടാവും. പണ്ട് ഞാനും കുഞ്ഞിന് കൂടെ ഒരാളത്ത് പിരിവിന് പോയി ചെന്നിരുന്നപ്പോൾ ഇയാളെ ഇടങ്ങാറൊക്കെ പാടാ പറഞ്ഞിട്ട് ഇയാൾക്ക് ഒരു 10-15 ലക്ഷം ഉറുപ്പ്യ എപ്പം കിട്ടണം ഇയാൾക്ക്, എന്നാലേ ഇപ്പം അയാളെ പ്രശ്നം തീരുള്ളൂ. ആ കോലത്തെയാണ് സംസാരം. അപ്പം ലാസ്റ്റ് മൗലവി പറഞ്ഞു, ഞങ്ങളിപ്പോൾ 5 വയസ്സ് ഇറങ്ങിയിട്ട് ഇങ്ങനെ കുറച്ച് പൈസ കിട്ടിയിട്ടുണ്ട്, എന്നാൽ അതാണ് തരാം, നിങ്ങളെ ബുദ്ധിമുട്ട് തീർത്തോട്ടെ. ഇതാണ് നമ്മൾക്ക് അങ്ങനെ തന്നെ നമുക്ക് പൈസ ഇല്ലാത്തതുകൊണ്ടാണ് ഇപ്പം തോന്നാത്തത്. പൈസ ഉണ്ടായി വരുമ്പോൾ നമ്മൾക്ക് അങ്ങനെ തന്നെ ആവും. അപ്പം പിന്നെ ഇല്ലാത്ത ബുദ്ധിമുട്ടില്ല, ഭയങ്കര പ്രശ്നം, ആകെ പ്രശ്നം. അപ്പം അങ്ങേപ്പുറത്ത് സ്ഥലം വെക്കാണ്ട് അത് വാങ്ങാൻ ഞാൻ ആകെ പ്രശ്നമാണ്. അത് ഓരോരുത്തർ വന്ന് നോക്കുന്നുണ്ട്. അതിപ്പോൾ നമ്മളങ്ങനെ നേരെ മുമ്പത്തന്നെ അത് വാങ്ങാൻ ഞാൻ പ്രസവതവും വാങ്ങും, അങ്ങേപ്പുറത്ത് വേറെ പെങ്ങളെ ഒരു കൊടുക്കാൻ നിൽക്കാം, അപ്പം അത് വാങ്ങും. ഇങ്ങനെ ഓരോന്ന് വാങ്ങും, വേറെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. എന്നിട്ട് ഓന അതിന് ടെൻഷനായി, ഉറക്കം പറ്റില്ല, ഓനാകെ സ്വീപ്പായി. എന്നിട്ട് പിന്നെ അതിന് പുറമെ ലോൺ കൊടുക്കും. ഈ കോടാനുകൂടി ആസ്തിയുള്ള മനുഷ്യൻ പിന്നെ ലോൺ കൊടുക്കുക. എന്താ ലോൺ എടുക്കാഞ്ഞാൽ ഇവിടെ മറ്റോ വരും, അപ്പം അത് കാണിച്ചു കൊടുക്കാൻ പറ്റില്ല, അത് എവിടുന്ന് വെച്ചാൽ പറയാൻ പറ്റില്ല, ഒരു ഇൻകം കാണിക്കാൻ സോഴ്സ് ഇല്ല. 1000 കോടി ആസ്തിയുള്ള ചങ്ങാതി ഞാൻ കണ്ടപ്പോൾ അയാൾക്ക് കണ്ടമാനം ലോണാണ്. ഞാൻ മുപ്പിളി ചെയ്ത്, നിങ്ങൾക്ക് 1000 കോടി ആസ്തിയുണ്ട്, 1000 കോടി ആസ്തി അയാൾക്കുണ്ട്, പിന്നെ എന്തിനാ നിങ്ങൾ ലോൺ എടുക്കുന്നത്? ഇത് ലോൺ എടുക്കാഞ്ഞാൽ ആകെ പ്രശ്നമാണ്, ഇൻകം ടാക്സ് എല്ലാം വന്നാൽ അത് കാണിച്ചാൻ പറ്റില്ല. പിന്നെ എന്താ 1000 കോടി കൊണ്ട് കാര്യമുള്ളത്? നമ്മളാ ജീവിതത്തിൽ നിന്ന് അൽഹംദുലില്ലാ ഒരു ലോൺ എടുക്കേണ്ട ആവശ്യം വന്നിട്ടില്ല, ചിന്തിച്ചിട്ടുമില്ല. 1000 കോടി ആസ്തിയുള്ള മനുഷ്യന് അതിലൂടെ 5-8 ബാങ്കിന് ലോണ്. ഇപ്പം എന്താ ഇപ്പം ഈ 1000 കോടി കൊണ്ട് കാര്യം? അയാളും തിന്നതിപ്പോൾ എത്ര തന്നെയാണ്, നമ്മൾ തിന്ന അത്രയാളും തിന്നുള്ളൂ. ചോറ് വിളമ്പിച്ചാൽ നമുക്ക് എത്ര വിളമ്പി അതേ ഓനും വിളമ്പുള്ളൂ. 1000 കോടി ഉണ്ട്, ഒരു 4 പ്ലേറ്റ് ഏറെ വിളമ്പിക്കോളി എന്ന് പറയില്ലല്ലോ, അതത്രയേ ഉള്ളൂ. ചിലപ്പോൾ നമ്മുടെ ചെരുപ്പിന് ഒരു 250 ഉറുപ്പിക, ഓന ചെരുപ്പിന് 2500 ഉറുപ്പിക ഉണ്ടാവും, അതിന് വ്യത്യാസമുള്ളൂ. നമ്മളെ വണ്ടിക്ക് 1 ലക്ഷം ഉറുപ്പിക, ഓൻ്റെ വണ്ടിക്ക് എപ്പോൾ 1 കോടി ഉറുപ്പിക ഉണ്ടാവും. അവിടെ ലാഭം നഷ്ടമേ ഉള്ളൂ. കാരണം നമ്മൾ 1 ലക്ഷത്തിന് വണ്ടി കഴിഞ്ഞാൽ 1 ലിറ്റർ എണ്ണ അടിച്ചാൽ 15 കിലോമീറ്റർ പോകും. 1 കോടിൻ്റെ വണ്ടി കഴിഞ്ഞാൽ 1 ലിറ്റർ എണ്ണ അടിച്ചാൽ 5 കിലോമീറ്റർ പോകും. വേറെ കാര്യമൊന്നുമില്ല. വണ്ടി നിറച്ച കൂടും തോറും മൈലേജ് കുറയും, വേറെ പ്രയോജനമൊന്നും ഉണ്ടാവില്ല. എന്നിട്ട് അതിന് ഓൺ ടെൻഷനായി അടക്കും. അതിന് ലോൺ എടുക്കാൻ ഈ വണ്ടി എടുക്കാൻ പറ്റില്ല. സഹോദരൻ വെച്ചാൽ തിരിച്ചറിവുകൾ ഈ രംഗത്ത് നമുക്ക് ഉണ്ടാകണമെന്ന് പറഞ്ഞു. അപ്പൊ എല്ലാ പ്രശ്നവും തീർന്നിട്ട് സ്വതക്ക ചെയ്യാൻ കഴിയൂല, അത് കഴിയൂല. എത്ര പൈസ ഉണ്ടായാലും കഴിയും. കോടാനുകോടി രൂപന്റെ ആസ്തി ഉണ്ടായാലും എനിക്ക് എല്ലാ പ്രശ്നവും ഇഷ്ടം പോലെ പൈസ ബാക്കിയാണ്, ആരും വന്നോട്ടെ കൊടുക്കാം എന്ന് പറയുന്ന അവസ്ഥ ഉണ്ടാവില്ല. പൈസ കൂടും തോറും ഓന് ചെലവ് കൂടും, ടെൻഷൻ കൂടും, ഓന് പ്രശ്നങ്ങൾ കൂടും. അല്ലാത്തതൊന്നും ഉണ്ടാവില്ല. നമ്മളെ സംബന്ധിച്ച് ഒരു 100 ഉറുപ്പിക മത്തി കഴിഞ്ഞാൽ വിലയ്ക്ക് പോയാൽ നമ്മളത് കഴിഞ്ഞു, ഓനെ വാങ്ങാൻ കഴിയൂല. നമ്മൾ ഇവിടെ വരെ മീൻ കാര്യത്തിൽ വാങ്ങും, അവിടുന്ന് വാങ്ങൂല. മീൻ വാങ്ങണമെങ്കിൽ കോഴിക്കോട്ട് പോകും, അല്ലെങ്കിൽ കോട്ടയ്ക്ക് പോകും. നമുക്ക് ഇവിടെ മീൻകാലം വരുമ്പോൾ അവിടെ പോയിക്കാണ്ട് വാങ്ങിയാൽ നമ്മൾ അന്നത്തെ ആവശ്യം കഴിഞ്ഞു. ഇതാണ് വ്യത്യാസങ്ങൾ. ഒരു ബടാ പൈസക്കാരൻ ഈ കോവിഡ് വന്നപ്പോൾ അയാൾ പറയാം, ഞാൻ മീൻ വാങ്ങാൻ വേണ്ടി ഫറൂഖ് വരെ പോയി, എനിക്ക് കിട്ടിയില്ലാന്ന്. ചില മത്തി വന്നപ്പം മരോട് ചോദിച്ചാൽ, അല്ല പപ്പ എന്താ മത്തിയാണോ ചോദിച്ചു. അപ്പൊ നിവൃത്തിയിൽ അങ്ങനത്തെ മീൻ കിട്ടിക്കൊടുത്താണ്. അപ്പൊ നിവൃത്തിയിൽ എന്നിട്ട് ഇതിനെ ഓക്കെ ഒപ്പിച്ച് നിൽക്കാൻ വേണ്ടി ഇയാൾ ഫറൂഖ് വരെ പോയി, പക്ഷെ അവിടുന്ന് കിട്ടുന്നില്ല, കോവിഡ് കാലത്താണ്. അപ്പൊ യഥാർത്ഥത്തിൽ ചില കാഴ്ചപ്പാടുകൾ ജീവിതത്തെ പറ്റി ഉണ്ടായില്ലെങ്കിൽ നമ്മൾ ഇതിന്റെ പിന്നാലെ കെട്ടിയും പറഞ്ഞിട്ട് ആയുസ് കഴിഞ്ഞു പോകാതല്ലാതെ ഒന്നും സംഭവിക്കില്ല. അപ്പൊ നബിതങ്ങൾ ആ നാട്ടിലെ പാവപ്പെട്ടവരിൽ ഒരുവനാണ്. 2 മാസം തീ കത്താത്ത വീടാണ്. എന്നിട്ട് ആ വീട്ടുകാരനെ പറ്റി പറയാണ് കാന അജ്വദന്നാസ്, ജനങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും വലിയ ധർമ്മിട്ടൻ ആ മനുഷ്യനായിരുന്നു. അപ്പൊ നമ്മൾ മനസ്സ് വെച്ചാൽ പറ്റും. എന്ത് പ്രശ്നമുണ്ടോ അത് അയാൾ കണ്ടാളി, അയാൾ പറഞ്ഞാളി, അയാൾ പരിഹാരം ഉണ്ടാക്കി തരും എന്ന് നമ്മളെ പറ്റി പറയാൻ കഴിയും. അതിന് നമ്മൾ വലിയ പൈസക്കാരനാവൊന്നും വേണ്ട, നമ്മളടുത്ത് കണ്ടമാനം ആസ്തി ഉണ്ടാകുന്നും വേണ്ട. ഈ മനസ്സുണ്ടെങ്കിൽ നമുക്ക് അയക്ക് എത്തിപ്പെടാൻ കഴിയും. ആ മനസ്സാണ് പ്രധാനം. അതാണ് നബിയോടുള്ള പറഞ്ഞത്, നിങ്ങൾ പാവപ്പെട്ടവനായിരുന്നുവല്ലോ, അത് നിങ്ങൾക്ക് ധന്യത നൽകിയില്ലേന്ന്. അലം യജിദക യതീമൻ ഫആവ വവജദക ആഇലൻ ഫഅഗ്ന. നിങ്ങൾ പാവപ്പെട്ടവനായിരുന്നുവല്ലോ, നിങ്ങൾ ധന്യനാക്കിയില്ലേ. എന്താ ഇപ്പൊ ധന്യനാക്കിയത്? നബി വഫാത്താകുമ്പോ പടയങ്കി അപ്പുറത്തെ വീട്ടിൽ പണയത്തിലാണ്. വഫാത്താകുമ്പോ പടയങ്കി പണയം വെച്ചതാണ്. പണയം വെച്ചിട്ട് പൈസ വാങ്ങിയതല്ല, ഗോതമ്പിന്റെ പൊടി വാങ്ങിയതാണ്. പരിയിൽ പട്ടിണി കിടന്ന് സഹിക്ക വയ്യാതായപ്പോ അപ്പുറത്തെ ജൂതന്റെ വീട്ടിൽ നിന്ന് ഗോതമ്പിന്റെ പൊടി 60 കിലോ ഗോതമ്പ് പൊടി, 30 സ്വാഴ ഗോതമ്പ് പൊടി തൽക്കാലം വായ്പ വാങ്ങി. അപ്പൊ ഓനൊരു ധൈര്യത്തിന് സെക്യൂരിറ്റിക്ക് തന്റെ പടയങ്കി, യുദ്ധത്തിൽ ഉപയോഗിക്കുന്ന അങ്കിയുണ്ട് വിട്ടുതടുക്കാനുള്ള, ആ അങ്കി അവിടെ കൊണ്ടുപോയി കൊടുത്തത് അവിടെ വെച്ചോ. ഈ ഗോതമ്പിനെ പൊടി മടക്കി തരുമ്പോ
ആ അങ്കി തന്ന. അതാ പണയം. ഇസ്ലാമിന്റെ പണയം അതാണ്. ഇതാണ് തരുമ്പോ അതിന് തിരിച്ചെന്നാൽ മതി. അഥവാ എനിക്ക് തരാൻ പറ്റിയില്ലെങ്കിൽ ആ അങ്കി വിറ്റ് നിന്റെ പൊടിയുടെ മൂല്യം എന്താണോ അതെനിക്ക് എടുക്കാം, ബാക്കിയുണ്ടോ തന്നാൽ മതി. ഇതാണ് ഇസ്ലാമിലെ പണയം. അല്ല പണയം വെച്ച് കണ്ട് പരീക്ഷയ്ക്ക് എടുക്കല് അത് പണയമൊന്നുമല്ല. ഇതിന് പണയം എന്ന് പറഞ്ഞ പേരിട്ടാണ്. അത് പണയമല്ല. ഓന്റെ സമ്പത്ത് നഷ്ടപ്പെടാതിരിക്കാൻ ഓനേക്ക് 1000 രൂപ കടം വാങ്ങി. അപ്പൊ ഓനൊരു ഉറപ്പ് വേണമല്ലോ, ഈ സംഗതി മരിച്ചാൽ എന്താ കാട്ടുക, നദ്ദവിടെ വെച്ചോ, ഞാൻ ആ പൈസ തരുമ്പോ തിരിച്ചെന്നാൽ മതി. അഥവാ പൈസ തരാൻ പറ്റിയില്ലേ ഇത് വിറ്റോ, വിറ്റിയുടെ എൻ്റെ മൂല്യം എടുത്തോ, ബാക്കിയുണ്ടെങ്കിൽ തന്നോ. ഇതാണ് പണയം. നബിക്ക് സ്വഹാബിയോട് പറഞ്ഞാൽ പോലെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, ഇവളൊക്കെ പാടുന്ന ഒന്ന് കണ്ടനെ സഹായിക്കണം എന്ന് പറഞ്ഞാൽ അവരൊക്കെ കൊടുക്കൂലേ. പക്ഷെ അപ്പുറത്തെ ജൂതന്റെ വീട്ടിൽ പോയിട്ടാണ് 60 കിലോ ഗോതമ്പിന്റെ പൊടി വായ്പ വാങ്ങിക്കൊണ്ടെന്ന് പടയങ്കി അവിടെ വെച്ചു. നബി ഞങ്ങൾ വഫാത്താകുമ്പോൾ ആ പടയങ്കി തിരിച്ചെടുക്കാൻ പറ്റിയിട്ടില്ല. നബി ഞങ്ങൾ വഫാത്താകുമ്പോൾ നബി ഞങ്ങളെ പടയങ്കി ഒരു യഹൂദിയുടെ പക്കൽ പണയം വെക്കപ്പെട്ട അവസ്ഥയിലാണ് നബി ഞങ്ങൾ വഫാത്തായത്. ഇമാം ബുഖാരി സ്വഹീഹ് ബുഖാരിയിൽ 2 പ്രാവശ്യം ഉദ്ധരിച്ച ഹദീസാണ്. നമ്മുടെ സഹോദരങ്ങളെ, ചില കാഴ്ചപ്പാടുകൾ റമദാനിലേക്ക് എത്തുമ്പോൾ എനിക്കും നിങ്ങൾക്കും വേണമെന്നാണ് പറഞ്ഞതിൻ്റെ ആകത്തുക. എന്തിനൊക്കെ സമയം ചെലവഴിക്കണം, ഒരു പ്ലാന് വേണം. റമദാനിൽ 1 മണിക്കൂർ ഷഅബാനിൽ 1 മണിക്കൂർ പോലെയല്ല. റമദാനിൽ 1 മിനിറ്റ് ഷഅബാനിൽ 1 മിനിറ്റ് പോലെയല്ല. ഓരോന്നിനും മൂല്യം കൂടുതലാണ്. അതുകൊണ്ട് എന്തിനൊക്കെ ഞാൻ സമയം ചെലവഴിക്കണം, അതിൽ ഒരു പ്ലാൻ ഉണ്ടാക്കുക. കുറേ സമയം കിടന്നുറങ്ങുക, കുറേ പത്രം വായിക്കുക, അതിനൊന്നും റമദാൻ പറ്റൂല. ചില മനുഷ്യന്മാർ ആട് ഉറങ്ങിയാൽ പിന്നെ 9 മണിയും 10 മണിയും 11 കൊണ്ട് ഉറങ്ങും. പിന്നെ നീച്ച് പോകുന്ന ഫ്രഷായി വന്നിട്ട് പിന്നെ 4ഉം 5ഉം പത്രം മർദ്ദിച്ചിട്ട് അത് ഫുള്ള് കത്തം തീർക്കും. അതൊന്നും വേണ്ട. അത്യാവശ്യം നോക്കിയാൽ മതി. പത്രമൊക്കെ ഇപ്പം 4 ദിവസത്തിലേക്ക് നോക്കിയാലും അത്യാവശ്യം പേരൊക്കെ കിട്ടും. വേറൊന്നുണ്ടാവില്ല. പേപ്പർ പത്രമൊക്കെ ഉണ്ടാവുള്ളൂ. ഒരു സംഗതി ചെയ്യാൻ തീരുമാനിച്ചൊന്ന് കാണും, നാളെ ആയിട്ട് മുന്നോട്ട് പോയ മറ്റന്നാളെ ചെയ്തു എന്ന് കാണും, 2 ദിവസം കഴിഞ്ഞ പത്രത്തിൽ അത് ക്യാൻസലാക്കിയെന്നും കാണും. അപ്പൊ അന്ന് വായിച്ചാൽ മതി, ഒക്കെ കിട്ടും. അന്ന് വായിച്ചതൊക്കെ മനസ്സിലാകാം. ഇത് വെറുതെ എല്ലാം കൂടി വായിച്ചിട്ട് നമ്മൾ ബേജാറാകുക. വാട്സപ്പിൽ എല്ലാ മെസ്സേജ് നോക്കി നമ്മൾ ബേജാറാകുക. അതിനൊന്നും ആവശ്യമില്ല. ഇതൊക്കെ എടുത്തുവെച്ചാൽ തന്നെ കുറെ സമാധാനം കിട്ടും. ഇത് കാണുന്ന വാർത്തയും ഒക്കെ പാടെ വായിച്ച് ആകെ ബേജാറിക്കണം. ഇവിടെ ഒന്നാകെ ഉണ്ട്, നമ്മളെ മുണങ്ങാൻ നിൽക്കുകയാണ്, ഇവിടെ മൊത്തപ്പം പുറത്തം വിടാൻ പോവുകയാണ്. ഇതൊക്കെ ഈ ബേജാറ് ഇതിന്റെ പിന്നാലെ പോയിട്ടാ. അല്ലെങ്കിൽ ഇതൊന്നും ഉണ്ടാവില്ല. ഇതൊന്നും അങ്ങനെ ബേജാറാൻ മാത്രമല്ല, ഒന്നുമില്ല. അങ്ങനത്തെ വിഷയമൊന്നും ഇവിടെ ഇല്ല. അപ്പൊ റമദാൻ മാസത്തിൽ അങ്ങനെയൊന്നും സമയം കളയാണ്ടതല്ല. ഒന്നുമില്ലെങ്കിൽ ഒരു ഹൈറായ എന്തെങ്കിലും സംഗതി, എന്തെങ്കിലും വായിക്കാനോ എന്തെങ്കിലും പഠിക്കാനോ ഒരു ഖുർആൻ ഓതാനോ ദിക്ർ ചെല്ലാനോ സ്വലാത്ത് ചെല്ലാനോ ഒന്നുമില്ല. എന്നാ ഹൈറിന് വയ്യേ, എന്നാ വേണ്ട, മിണ്ടാന്നോടി. ഫല്യഖുൽ ഹൈറൻ ഔ ലിയസ്മുത്. ഒന്നുകിൽ ഹൈറ് പറയാ, അല്ലെങ്കിൽ മൗനം പാലിക്കുക, മിണ്ടാതിക്കുക. എന്നാ ഷെറില്ലല്ലോ. റമദാൻ മാസത്തിലും ഗീബത്തും മീമത്തും പറഞ്ഞ് എല്ലാ പിത്തിരിയും ഫസാദും ഉണ്ടാക്കി അങ്ങനെയൊക്കെ പോണ മനുഷ്യന്മാരുണ്ട്. അന്നും യൂട്യൂബും ഫേസ്ബുക്കും എല്ലാ സോഷ്യൽ മീഡിയയും പിന്നാലെ പോയി അതിൻ്റെ അങ്ങനെയൊക്കെ സമയം പാഴാക്കുന്ന ആള്. അങ്ങനെ നമ്മൾ ആയിക്കൂടാ. കുറച്ചൊക്കെ ബുദ്ധി ഈ രംഗത്ത് നമ്മൾ വിനിയോഗിക്കണം. ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിലെ അവസാനത്തെ റമദാനായിരിക്കാം. ഇനി അടുത്തുണ്ടാവുമെന്ന് ഉറപ്പൊന്നുമില്ല. ഇതിപ്പോൾ ലാസ്റ്റ് റമദാനായിരിക്കും. അപ്പം ഇതിനെ കിട്ടിക്കോളെന്ന് ഉറപ്പൊന്നുമില്ല. അപ്പം ഇതിൻ്റെ അവസാനത്തെ റമദാനാണ് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തിയാൽ തന്നെ കുറേ മാറ്റം വരും. ഇനി എനിക്ക് റമദാൻ ഉണ്ടാവില്ല, ഇത് ലാസ്റ്റ് റമദാനാണ് കണക്കാക്കിയാൽ അത് വലിയ മാറ്റമായിരിക്കും. ഇപ്പൊ ജാമ്യ കോൺവെക്കേഷൻ്റെ അന്ന് അവിടെ വന്ന് റമദാൻ മാസം പിരിക്കാനുള്ള ജാമ്യന്റെ റെസിറ്റ് പുസ്തകം കൊണ്ടായ ആളാണ് ഇന്നലെ മരിച്ച കാളികാവിൽ. ഇന്നലെ കാളികാവിൽ മരിച്ചല്ലോ അദ്ദേഹം. നമ്മുടെ ജാമ്യ സമ്മേളനത്തിൽ വന്നു. അന്ന് രാവിലെ മീറ്റിങ്ങിൽ പങ്കെടുത്തു. ജാമ്യയുടെ ആ മണ്ഡലത്തിൽ പിരിക്കാനുള്ള മൊത്തം റെസീറ്റ് ബുക്ക്, സ്റ്റേറ്റിന്റെ വർക്കിംഗ് ഫണ്ടിന്റെ റെസീറ്റ് ബുക്ക് ഇതെല്ലാം വാങ്ങി, ഇതിന്റെ പിറ്റേഴ്സും വാങ്ങി, സമ്മേളനത്തിലും പങ്കെടുത്ത് സമ്മേളനം കഴിഞ്ഞ് പോയി. 2 ദിവസം ആയിട്ടുള്ളൂ, ഇന്നലെ ആള് മരണപ്പെട്ടു. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ റമദാൻ കിട്ടുന്നതിന് ഉറപ്പില്ല. അപ്പൊ ഇപ്രാവശ്യത്തെ റമദാൻ എൻ്റെ ജീവിതത്തിലെ അവസാനത്തെ റമദാനാണ് എന്നാണ് വിചാരിക്കുക. നമ്മളെപ്പോഴും മേപ്പെട്ടായിരിക്കും. നമ്മൾ വർത്തകാലത്ത് മരിച്ചു നമ്മൾക്ക് വിചാരം. വാപ്പാക്ക് 90 വയസ്സ് കിട്ടിക്കണ്, ഉമ്മാക്ക് 85 കിട്ടിക്കണ്. അത് ഉമ്മാൻ്റെ ആയുസ് ഉമ്മാക്ക് കിട്ടും, വാപ്പാന് വാപ്പ കിട്ടും. അത് നമുക്ക് കിട്ടിക്കൊള്ളുന്നില്ല. നമ്മൾ അയിമിലൊക്കെയാണ് സാധാരണ പറ്റിക്കപ്പെടുന്നത്. നമ്മുടെ കുടുംബത്തിൽ പൊതുവെ എല്ലാവർക്കും വലിയ ആയുസ്സാണ്. വല്യപ്പാക്ക് എത്ര കിട്ടി, ഏളാപ്പത്ര മൂത്താപ്പത്ര അമ്മോനെത്ര, അത് ഓൽക്കുണ്ട്. അല്ലാണ്ട് വാപ്പാക്ക് 90 കൊണ്ട് നമുക്ക് 90 കൊള്ളുന്നില്ല. ഈ 90 വയസ്സായി ജീവിച്ചിട്ട് നരകത്ത് പോയാലോ വലിയ കാര്യമുണ്ടോ? കുറെ കാലം ജീവിക്കുക എന്നുള്ളതല്ല, ആയുസ്സിൽ ബർക്കത്തുണ്ടാകലാണ് പ്രധാനം. ഇമാം ഷാഫിയോട് റബ്ബ് ഞങ്ങൾക്ക് ദീർഘായുസ് നൽകട്ടെ എന്ന് പറഞ്ഞ അദ്ദേഹം പറയും, അത് വേണ്ട, ആയുസ്സിന്റെ ബർക്കത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു വന്നു. 100 കൊല്ലം ജീവിച്ചിട്ട് മരിക്കുമ്പോൾ നരകത്ത് പോവുകയാണെങ്കിൽ എന്താ കാര്യമുള്ളത്?
നാം 35 വയസ്സിൽ മരിച്ചു പോകാൻ സ്വർഗം കിട്ടി, ഒരു മുതലായില്ലേ. അതാണ് ആയുസ്സിനോട് കിട്ടേണ്ടത്. അല്ലാതെ കുറെ കാലം പടങ്ങ ജീവിച്ചാൽ കുട്ടികൾക്ക് വാപ്പണ്ടെന്ന് പറയാന്നല്ലാതെ വേറെ കാര്യമൊന്നും ഉണ്ടാവില്ല. ജീവിക്കും തോറും ഓരോ ചിലപ്പോൾ കുറ്റം കൂടെ ഉള്ളൂ. അല്ല നന്മക്കാണെങ്കിലോ ദീർഘായുസ് നല്ലതാണ്. മൻ ത്വാല ഉംറുഹു വഹസുന അമലു, ആയുസ് നീണ്ടു കിട്ടുകയും അമൽ നന്നാവുകയും ചെയ്താൽ അതാണ് ഏറ്റവും ശ്രേഷ്ഠമായത്. അപ്പൊ കുറെ കാലം ജീവിക്കാൻ പൂലിക്കണക്കാളേറെ ഉള്ള കിട്ടിയ ആയുസ്സിനെ മുതലാക്കാൻ, അത് സ്വർഗത്തിലേക്കുള്ള വിഭവമാക്കാനുള്ള ഒരു പ്ലാനാണ് നമുക്കുണ്ടാവേണ്ടത്. ലോകത്ത് കഴിഞ്ഞു പോയ മഹാന്മാരായ പണ്ഡിതന്മാരൊന്നും പലരും അധിക കാലം ജീവിച്ചിടുന്നല്ല. ഇമാം ബുഖാരി 62 വയസ്സിലാണ് മരിച്ചത്. ഇമാം ഷാഫി 54 മരിച്ചത്. ഇമാം നബവി 45 മരിച്ചത്. ഹാഫിദുൽ ഹക്കമി 37 മരിച്ചത്. ഓരോരും കുറെ കാലം ജീവിച്ചിടുന്നില്ല. ജീവിച്ചവരുണ്ട്. ഇമാം തൊബരി 90 വയസ്സായി ജീവിച്ച ആളാണ്. മൊഹീദ്ദീൻ ശൈഖ് 90 വയസ്സായി ജീവിച്ച ആളാണ്. അതുണ്ടില്ല എന്നല്ല. അപ്പൊ കുറെ കാലം ജീവിക്കുന്നതിനേക്കാളേറെ കിട്ടിയ കാലം എങ്ങനെ ഉപയോഗിച്ചു, അത് സ്വർഗത്തിലേക്കുള്ള മുതൽക്കൂട്ടാക്കാൻ പറ്റിയോ, അതല്ല അത്രയും കാലം ജീവിച്ചിട്ടും ഒരു സ്വർഗം നേടാൻ പറ്റിയില്ല എങ്കിൽ അവിടെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. എപ്പോൾ മരിച്ചാലും ആ യാത്ര സ്വർഗത്തിലേക്കാവണം. യാ അയ്യുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബിക്, സമാധാനമടഞ്ഞ ആത്മാവെ റബ്ബിലേക്ക് മടങ്ങിക്കോ. എങ്ങനെ മടങ്ങിക്കോ? റാദിയതൻ മർദിയ, ഇതാണ് നമ്മുടെ ലക്ഷ്യം. റാദിയതൻ മർദിയ, അല്ലാഹ്ക്ക് നിന്നെ ഇഷ്ടമാണ്, നിനക്ക് അല്ലാഹ്നെ ഇഷ്ടമാണ്. ഇതല്ലേ സ്വഹാബികൾ നേടിയത്? റളിയല്ലാഹു അൻഹും വറളു അൻഹു. സൂറത്ത് തൗബയിലെ 100-ാമത്തെ ആയത്ത്. റളിയല്ലാഹു അൻഹും വറളു അൻഹു, അല്ലാഹ് അവരെ തൃപ്തിപ്പെട്ടു, ഒരു അല്ലാഹ്നെ തൃപ്തിപ്പെട്ടു. ഇതാണ് നമ്മളും വരേണ്ടത്. റാദിയതൻ മർദിയ, അല്ലാഹ്ന്റെ തൃപ്തി കിട്ടി, അല്ലാഹ്നെ കുറിച്ച് ഇവനും തൃപ്തിയായി മാറി. ഫദ്ഖുലി ഫി ഇബാദി വദ്ഖുലി ജന്നതി, സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചോന്നാ പറയാം. ഇത് കിട്ടിയില്ലെങ്കിൽ ഈ ജീവിതം നഷ്ടമാണ്. നമ്മളെ സംബന്ധിച്ച് ലക്ഷ്യം പരലോകമാണ്, അതിലേക്കുള്ള മാർഗമാണ് ദുനിയാവ്. അല്ലാത്തവന് ലക്ഷ്യം ദുനിയാവാണ്, മാർഗം ദുനിയാവാണ്. എന്താ വ്യത്യാസം? മുസ്ലിം അല്ലാത്തവന് ലക്ഷ്യം ദുനിയാവ്, മാർഗം ദുനിയാവ്. അവൻ ദുനിയാവിന് പണിയെടുക്കുന്നത് എന്തിനാണ്? ദുനിയാവിന് വേണ്ടിയാണ്. നമ്മളെ സംബന്ധിച്ച് ലക്ഷ്യം പരലോകമാണ്, അതിലേക്കുള്ള മാർഗം ദുനിയാവാണ്. അദ്ദുനിയ മസ്റഅത്തുൽ ആഖിറ, ആഖിറത്തിലേക്കുള്ള മസ്റ, ആഖിറത്തിലേക്കുള്ള കൃഷിയിടം, അതാ ദുനിയാവ്. ഇവിടെ കൃഷി ചെയ്യുക, വിളവ് അവിടെ നേടുക. മറ്റൊന്ന് ഇവിടെ കൃഷി ചെയ്യുക, ഇവിടെ തന്നെ വിളവെടുക്കുക, അതാ ഓരോ ഉദ്ദേശം. അതുകൊണ്ട് ഇതാണ് നശിക്കുമ്പോൾ ഓരോ അറ്റാക്ക് ആകണതും ആത്മഹത്യ ചെയ്യണമൊക്കെ. നമ്മളെ സംബന്ധിച്ചതല്ല, ഇവിടുത്തെ എല്ലാം അവിടേക്കുള്ളതാണ്. ഇവിടെ ആ നിലക്കുള്ള ഒരു മാറ്റത്തിന് ഒന്നാമതായി ഞാൻ തയ്യാറാവുക, നമ്മളെല്ലാവരും അതിൻ്റെ കൂടെ സഞ്ചരിക്കാൻ പരിശ്രമിക്കണമെന്ന് മാത്രമാണ് ഈ സമയത്ത് സൂചിപ്പിക്കാനുള്ളത്. ഏതായിരുന്നാലും റമദാൻ ജീവിതത്തിൽ കഴിഞ്ഞു പോയ മറ്റു റമദാനുകളെപ്പോലെ ആകാതിരിക്കാനെങ്കിലും ഏറ്റവും മിനിമം നമ്മൾ തീരുമാനിച്ചാൽ മതി. ഒരു 30-40 റമദാൻ കഴിഞ്ഞു പോയി, അതൊന്നും കാര്യമായിട്ടൊന്നും ആയിട്ടില്ല, ഒരു പ്ലാനും പദ്ധതി ഉണ്ടായിട്ടില്ല, അതൊക്കെ അങ്ങനെ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഇതെങ്കിലും ഒന്ന് മുതലാക്കണം എന്നെങ്കിലും തീരുമാനിക്കാൻ കഴിഞ്ഞാൽ അൽഹംദുലില്ലാ നമുക്കത് ലാഭമാണ്. ആ നിലയ്ക്ക് ചില പ്ലാനും പദ്ധതിയൊക്കെ ഉണ്ടാക്കി പള്ളികളുമായി കുറച്ചുകൂടെ ബന്ധം സ്ഥാപിച്ച്, ഖുർആനുമായി ബന്ധങ്ങൾ സ്ഥാപിച്ച്, അനിവാര്യമായി ചെയ്യേണ്ട അമലുകളിൽ ഒരു നിലക്കും അതിൽ ഭംഗം വരുത്താതെ ഒരു ശ്രദ്ധയും സൂക്ഷ്മതയും ഉണ്ടായി ജീവിതത്തെ ക്രമീകരിച്ചാൽ ഇൻഷാ അല്ലാ അത് ലാഭമായി മാറും. അല്ലെങ്കിൽ നമുക്കിതൊക്കെ നഷ്ടമായി ഭവിക്കുകയും ചെയ്യും. റമദാൻ അനുകൂലമായി സാക്ഷി പറയുന്ന ആളുകളുണ്ട്, റമദാൻ പ്രതികൂലമായി സാക്ഷി പറയുന്ന മനുഷ്യന്മാരുണ്ട്. റമദാൻ മാസം വന്നു പോയിട്ട് ആ റമദാൻ മാസം അല്ലാഹുവിന്റെ മുമ്പിൽ സാക്ഷി പറയും. ചിലപ്പോൾ നമുക്ക് വേണ്ടി പറയും, ചിലപ്പോൾ നമുക്കെതിരായി പറയും. അപ്പൊ അതൊക്കെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഒന്ന് ജീവിതത്തെ ക്രമീകരിച്ചാൽ ഇൻഷാ അല്ലാ ലാഭമാണ്. ബാക്കി റബ്ബിനോട് പറയാം. ചെയ്യാൻ പറ്റിയൊക്കെ ചെയ്തു, ബാക്കി റബ്ബിനോട് പറയാം. ചെയ്യാൻ പറ്റിയ ഒന്നും ചെയ്യാതെ അതൊക്കെ അല്ലാഹ് വല്ലോനല്ലേ പറഞ്ഞാൽ അത് പറ്റും. അത് മുസ്ലിക്കുകളെ പണിയാണ്. മക്കത്തെ മുസ്ലിക്കിന്റെ രീതി തന്നെ. ചെയ്യാനുള്ളത് മാക്സിമം ചെയ്യാം, കഴിയാത്തത് റബ്ബിലേക്ക് വിടാം. റബ്ബെ എന്നെ കൊണ്ട് കഴിയണം ചെയ്തിട്ട് റബ്ബെ ഇത് കഴിയണില്ല, അതുകൊണ്ടാണ്. അത് പറയാൻ നമുക്ക് ഉമർ ഖത്താബ് മിമ്പറെന്ന് പറഞ്ഞില്ലേ, ക്ഷാമുണ്ടായപ്പോൾ 6 മാസം നീണ്ട ക്ഷാമുണ്ടായി ഉമർ ഖത്താബിന്റെ ഭരണകാലത്ത്. ഹിജ്റ 18-ാം വർഷം 6 മാസം നീണ്ട ക്ഷാമം, വരൾച്ച, മഴയില്ല, കൃഷിയെല്ലാം നശിച്ചു, കന്നുകാലികൾ ചത്തൊടങ്ങി, വല്ലാത്തൊരു പ്രയാസം വന്നു. 6 മാസക്കാലം. ആമുർ റമാദ്, വെണ്ണീർ വർഷം എന്നാണ് ചരിത്രത്തിന് പേര്. മൊത്തം കത്തിച്ചാമ്പലാകുന്ന ചൂട്, വല്ലാത്തൊരവസ്ഥ. തിന്നാൻ പോലുമില്ല, മൃഗങ്ങൾ പോലും ചത്തൊടുങ്ങുന്നു, ഒന്നും കഴിക്കാനില്ല, പശുവിനും ആടിനൊന്നും പാലില്ല, മാംസമില്ല, വല്ലാത്തൊരു സാഹചര്യം. ഉമർ ഖത്താബ് ചുറ്റുപാടത്തേക്കെല്ലാം കത്തയച്ചു.
മദീനക്കാരെ സഹായിക്കണം എന്ന് പറഞ്ഞ് മറ്റു നാട്ടുകൾ കത്തയച്ചു. അവിടെ നിന്നൊക്കെ പല ഭക്ഷ്യപദാർത്ഥങ്ങൾ വന്നു. പക്ഷെ അതോടൊന്നും ആകണില്ല. ഉമർ ഖത്താബ് തൻ്റെ മെനു വെട്ടിച്ചുരുക്കിയ ഖലീഫക്ക് അവിടുന്ന് കിട്ടുന്ന മെനു ഉണ്ടല്ലോ, ഭക്ഷണ മെനു, അത് വെട്ടിച്ചുരുക്കി ഉണക്ക റൊട്ടിയാക്കി മാറ്റി. ഉമർ ഖത്താബിന്റെ മുഖമാകെ മഞ്ഞ നിറമായി എന്നാണ് ഭക്ഷണം കഴിക്കാത്തതുകൊണ്ട്. ഭക്ഷണം കഴിക്കാനില്ല, കാരണം എല്ലാവരും പൊട്ടെടുക്കുമ്പോൾ ഖലീഫക്ക് തിന്നാൻ പറ്റുന്നല്ലോ. അതൊക്കെ ആളുകൾ കൊടുത്തു. ഉണക്ക റൊട്ടി മാത്രമാക്കി ഭക്ഷണം. അങ്ങനെ തിന്നാനുമില്ല, വല്ലാത്ത ചൂടുമൊക്കെ. ഉമർ ഖത്താബിന്റെ മുഖമൊക്കെ മഞ്ഞ നിറമായി ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അൽ ബിദായത്ത് വന്നിഹായിൽ 7-ാം വാള്യത്തിൽ അദ്ദേഹം രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. ഉമർ ഖത്താബിന്റെ മിമ്പർ മക്കയിൽ പ്രഖ്യാപിച്ച പ്രഖ്യാപനം, പഠിച്ചോനെ മാ ആലു ഇല്ലാ മാ അജസ്തു അൻഹു, റബ്ബെ കഴിയാത്ത കാര്യത്തിലല്ലാതെ ഞാൻ വീഴ്ച വരുത്തിയിട്ട് റബ്ബെ, എന്റെ ഭരണത്തിന്റെ മോശം കൊണ്ടാണെങ്കിൽ, എന്റെ പോരായ്മ കൊണ്ടാണ് റബ്ബെ ഞങ്ങൾ പരീക്ഷിക്കല്ല, കഴിയാത്ത വിഷയത്തിലല്ലാതെ ഞാൻ വീഴ്ച വരുത്തിയിട്ടില്ല. കഴിയുന്ന ഒരു രംഗത്തും വീഴ്ചയില്ലാത്തം, കഴിയാത്തവരുണ്ടാകാം, മനുഷ്യമായി എന്റെ കഴിവപ്പെടാത്ത കാര്യം, അതിൽ ചിലപ്പോൾ വീഴ്ച ഉണ്ടാകാം, അല്ലാതെ അറിഞ്ഞുകൊണ്ട് റബ്ബെ ഒരു വീഴ്ച ഞാൻ വരുത്തിയിട്ടില്ല എന്ന് ഉമർ ഖത്താബ് മിമ്പർമ വെച്ച് അള്ളാഹനെ സാക്ഷിയാക്കി പ്രഖ്യാപിക്കുകയും മുസ്ലിമുകൾ ഒരുമിച്ച് കൂട്ടി മൈതാനത്തേക്ക് പോവുകയും അങ്ങനെ ദുആ ചെയ്യുകയും അബ്ബാസ് അള്ളാഹിനോട് കൊണ്ട് അദ്ദേഹം ദുആക്കാൻ പറയുകയും അദ്ദേഹം മുമ്പിൽ വന്ന് പ്രാർത്ഥിക്കുകയും മയക്ക് വേണ്ടി നിസ്കരിക്കുകയും ചെയ്തപ്പോൾ അവർക്ക് മഴ വർഷിച്ചു എന്നാണ് പിന്നീട് ചരിത്രത്തിലുള്ളത്. അപ്പൊ ആ ഒരു മിമ്പർമെന്നൊരു പറയണമെങ്കിൽ, കഴിയാത്തതല്ലാതെ വീഴ്ച വരുത്തിയിട്ടില്ല എന്ന് പറയണമെങ്കിൽ എത്ര വലിയ ഒരു ആത്മധൈര്യം ആവശ്യത്തിന് വേണം. അപ്പൊ നമുക്ക് അള്ളാഹിനോട് ഒറ്റയ്ക്ക് പറയാൻ പറ്റില്ല, പഠിച്ചവരെ കഴിയാത്ത എവിടെയൊക്കെ ഉണ്ടെങ്കിൽ കുറവുണ്ടാകാം റബ്ബെ, കഴിയണ സംഗതിയിൽ ഞാൻ ചെയ്യാതിട്ടില്ല, അവിടെ ഞാൻ വീഴ്ച വരുത്തിയിട്ടില്ല റബ്ബെ, അള്ളാഹിനോട് പറയാൻ, നാട്ടിനോട് പറയണ്ട. അത് നമുക്ക് പറ്റണം. എല്ലാത്തിനും ഉപരി പടച്ച റബ്ബുമായി ചില സ്വകാര്യമായ സമയങ്ങൾ നമുക്ക് വേണം. ആരും അറിയാത്ത, നമ്മളെ ഭാര്യയ്ക്ക് പോലും വരണ്ട, നമ്മളെ മക്കൾ പോലും വരണ്ട, നമ്മളൊപ്പം ആരും വരണ്ട, ഞാനും എൻ്റെ റബ്ബും കൂടി സ്വകാര്യമായി സംസാരിക്കുന്ന ഒരു ചെറിയ സമയം, കുറച്ച് ഏതായാലും മിനിറ്റെങ്കിലും, അത് പരിയിലാവാം, പള്ളിയിലാവാം, എവിടെയെങ്കിലുമൊക്കെ ആരും കാണാതെ ഒന്ന് ഒറ്റക്കിരുന്ന് പടച്ച റബ്ബിന്റെ മുമ്പിൽ മനസ്സ് തുറക്കുന്ന സമയങ്ങൾ. നാളെ പരലോകത്ത് 7 വിഭാഗം ആളുകൾ തണലുണ്ട്. അതിൽ ഒന്ന് റജുലുൻ ദക്കറല്ലാഹ ഖാലിയൻ ഫഫാദത്ത് ഐനാഹു, ഒറ്റക്കിരുന്ന് അള്ളാഹിനെ പറ്റി ഓർത്തിട്ട് കണ്ണുകൾ നിറഞ്ഞൊഴുകിയാൽ ഒരു നാളെ അർശന്റെ തണലിൽ കൊടുത്ത് അള്ളാഹു തരവനെ ആദരിക്കുന്ന കൂട്ടത്തിൽ കരയാൻ നമുക്ക് പറ്റും. പക്ഷെ ഒറ്റക്കിരിക്കുമ്പോൾ അള്ളാഹിനെ പറ്റി ഓർത്തിട്ട് കരയാം. ആരും കാണണം, ചിലപ്പോൾ രാത്രിയാവാം, പകലാവാം, പള്ളിക്കുന്നാവാം, എവിടുന്ന് വണ്ടിന്നാകാം, എവിടെ ആയിക്കോട്ടെ, എവിടെയെങ്കിലും സ്ഥലത്തൊന്ന് സ്വസ്ഥമായി ഒന്നും മാറി നിന്ന് വണ്ടി സൈഡാക്കിയിട്ടായിക്കോട്ടെ, ഒരു 5 മിനിറ്റ് ഒന്ന് മാറി നിന്നിട്ട് മൊബൈലൊക്കെ കണ്ട് മാറ്റി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് പടച്ച റബ്ബിനോട് മനസ്സ് റബ്ബേ എന്ന് വിളിച്ചിട്ട് അള്ളാഹിന്റെ മുമ്പിൽ ഒന്ന് തുറന്ന് പറഞ്ഞ് അള്ളാഹുമായിട്ടുള്ള ഒരു അലാഖ. നമുക്ക് പൊതുവെ ഈ കണക്ഷൻ പോവുകയാണ്. ഇപ്പോൾ നിസ്കാരത്തിന് വരെ നമുക്ക് കോൺസെൻട്രേഷൻ ഇല്ലല്ലോ, നമ്മൾ മൊബൈൽ മുമ്പിൽ വെച്ചാൽ നിസ്കരിക്കണം. നിസ്കരിക്കുമ്പോൾ വരെ ഒന്ന് അത് ചെറുക്ക് ചെയ്താൽ ആരപ്പ വിളിച്ചത്, ആരപ്പ മെസ്സേജ് അയച്ചത്, സലാം വീട്ടനായിടല്ല നമ്മൾ എടുത്തു നോക്കുകയാണ്. നമ്മളൊക്കെ അവസ്ഥ തന്നെ, ഞാനും ഒക്കെ അങ്ങനത്തെ ആരും ഇതിന് ഒഴിവൊന്നുമില്ല. ഈ പറയണ ഞാൻ വലിയ മുന്തിയാളായിട്ട് പറയുന്നില്ല. അപ്പോൾ നമ്മളൊക്കെ അവസ്ഥ അപ്പം തന്നെയാണ്. ഒരു മനസ്സറിഞ്ഞ് പടച്ച റബ്ബിനോടൊന്ന് പ്രാർത്ഥിക്കാൻ പോലും, ഒന്ന് നിസ്കരിക്കാൻ പോലും നമുക്ക് പറ്റണില്ല. ഇതാ നമ്മളെ അവസ്ഥ. അപ്പൊ അതിനൊക്കെ അത് മുക്തമായിട്ട് എവിടെങ്കിലൊക്കെ ഒരു 3-4 മിനിറ്റെങ്കിലും ഒക്കെ തന്നെ മാറ്റി വെച്ച് സ്വസ്ഥമായി ഒന്ന് പടച്ചോന്റെ മുമ്പിൽ അള്ളാന്ന് വിളിച്ചിട്ട് ഒരു മനസ്സ് റബ്ബിലേക്ക് തിരിച്ചു വെക്കാനുള്ള ഒരു ഏതാണ് സമയം ഈ റമദാനിലെങ്കിലും നമ്മൾ കണ്ടെത്തണം. അതാരും അറിയണ്ട, നമ്മുടെ പെരക്കാരും കൂടി അറിയണ്ട, നമ്മളെ ഭാര്യ അറിയണ്ട, കുട്ടികൾ അറിയണ്ട, ആരും അറിയണ്ട. ഞാനും എൻ്റെ റബ്ബും മാത്രം അറിയുന്ന ചില സ്വകാര്യതകൾ, ആരും അറിയാത്ത ചില നന്മകൾ നമുക്കുണ്ട്. സ്വകാര്യമായ ഇൻവെസ്റ്റ്മെന്റ്, സ്വകാര്യമായ ഡെപ്പോസിറ്റ്. നമ്മുടെ സാധാരണ ഇൻവെസ്റ്റ് ഒക്കെ ചിലപ്പോൾ നമ്മളെ പെരക്കാരും പെണ്ണുങ്ങളും കുട്ടികളൊക്കെ അറിയും. എന്നാൽ നമ്മൾ ഏത് ഒരു കുടുംബനാഥനും നമ്മൾ ഏതെടുത്താലും എടുക്കാതെ വെക്കുന്ന ചില പൈസ ഉണ്ടാവുമല്ലോ. എന്റെ അത്യാവശ്യം വന്നാൽ ഒന്ന് വീട് കയ്യോ കാലം പറഞ്ഞാൽ അപ്പൊ പൈക്കാട് കടം വാങ്ങണ്ടല്ലോ, അപ്പൊ കൈ കിട്ടണ്ടല്ലോ എന്ന് കരുതി എന്തായാലും എടുക്കാതെ മാറ്റിക്കണ ചില സമ്പാദ്യങ്ങൾ നമുക്ക് ഉണ്ടാവുമല്ലോ. അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വന്നാൽ നമുക്ക് എടുക്കാൻ നിൽക്കുക എന്നത് പറഞ്ഞ പോലെ നമുക്ക് ബുദ്ധിമുട്ടുമ്പോഴെങ്കിലും പരലോകത്തേക്ക് ഉണ്ടാകാൻ പറ്റുന്ന ഒരു സ്വകാര്യമായ ചില അമലുകൾ, ആരും അറിയാത്തത്. നമ്മൾ പള്ളിയിൽ പോയി നിസ്കരിക്കുന്നത് എല്ലാവരും അറിയുന്നുണ്ട്, നോമ്പ് ഒഴിക്കണത് നമ്മളെ പെരക്കാരെങ്കിലും അറിയുന്നുണ്ട്, ഹജ്ജിന് പോകുമ്പോൾ നാട്ടിലേക്ക് അറിയുന്നുണ്ട്, ഉംറയ്ക്ക് പോയാൽ നാട്ടിലേക്ക് അറിയുന്നുണ്ട്, സ്വതക്ക ചെയ്യുമ്പോൾ അത് വാങ്ങുന്ന മനുഷ്യൻ അറിയുന്നുണ്ട്. ഒരാളും അറിയാത്ത ഞാനും എൻ്റെ റബ്ബും മാത്രം അറിയുന്ന സ്വകാര്യമായ ചില നിക്ഷേപങ്ങൾ അമലുകളായി നമുക്കുണ്ടാവണം. അതാരും ബോധ്യപ്പെടുത്താനല്ല.
ഒരാളും അറിയിക്കാനല്ല, അത് ഒറ്റക്കുട്ടിക്ക് അറിയില്ല, എനിക്കും എൻ്റെ റബ്ബിനും മാത്രമേ അറിയുള്ളൂ. അങ്ങനത്തെ ചില സ്വകാര്യമായ അമലുകൾ ജീവിതത്തിൽ നമ്മൾക്ക് വേണം. ചില സമയത്ത് നമുക്കത് അതായിരിക്കും തുണയായിട്ട് മാറും. ഒരു കുടുങ്ങിയ നേരത്തെങ്കിലും പഠിച്ചോളെ റബ്ബേ ഇത് ഞാൻ ചെയ്തത് എൻ്റെ വജഹിന് വേണ്ടി മാത്രം റബ്ബേ എന്ന് അള്ളാഹിനോട് പറയാനെങ്കിലും നമുക്കത് ഉപയോഗിക്കാൻ പറ്റും. അത് കുറെ നിസ്കാരം ആയിക്കോളുന്നില്ല. ഗുഹയകപ്പെട്ട 3 ആളെ കഥ നമുക്കറിയാലോ. നബി തങ്ങൾ പറഞ്ഞ കഥയാണ്. വഹയു പ്രകാരം നബി തങ്ങൾ അറിയിച്ച കഥ. 3 ആള് യാത്ര പോവുകയാണ്. രാത്രി സമയത്ത് ഒരു ഗുഹയിൽ പോയി അഭയം തരേണ്ടി വന്നു. രാത്രി എവിടെ കിടക്കാൻ സ്ഥലമൊന്നുമില്ല. അപ്പൊ പോണ വയ്ക്കുന്ന നല്ലൊരു ഗുഹ കണ്ടു. നോക്കുമ്പോൾ സേഫാണ്, ബുദ്ധിമുട്ടൊന്നുമില്ല. ശരി, നമുക്ക് രാത്രി ഇവിടെ കിടക്കാം, രാവിലെ പോകാം. 3 ആളും കയറി ആ ഗുഹയിലൊക്കെ ഇരുന്ന് സ്വസ്ഥമായിട്ട് അവിടെ ഇങ്ങനെ കൂടുമ്പോഴാണ് ഒരു പാറക്കല്ല് മേൽന്ന് ഉരുണ്ടുണ്ട് വന്നിട്ട് നേരെ വന്നിട്ട് ഗുഹന്റെ മുഖത്ത് അവിടെ വന്നിട്ട് അടഞ്ഞു. ആ ഗുഹാമുഖം അടഞ്ഞു. വലിയൊരു പാറണ്ട് ഉരുണ്ട് വന്നിട്ട് അവിടെ വന്നാണ്ട് ആണ്ട അമ്പി. ഇവര് 3 മനുഷ്യന്മാരും കൂടി എങ്ങനെ ഉന്തിയിട്ടും തള്ളിയിട്ടും യാതൊരു അനക്കില്ല. അവർക്ക് ഉറപ്പായി നമ്മൾ ഇതിനോട് മരിക്കാൻ വളരെ നിർവാഹമില്ല. ഈ പാറ തള്ളാൻ പറ്റുന്നില്ല. പുറത്തുള്ള മനുഷ്യൻ അറിയാലോ അതിനുള്ളിൽ ആൾക്കാരുള്ളത്. ഒരു ഇന്നത്തെ മാതിരി മൊബൈലും ഫോണും ഒന്നുമില്ലല്ലോ. നമ്മളെ മരണം ഇവിടെ ആയിരിക്കാം, നിവൃത്തില്ല. 3 ആളും മരണം മുമ്പിൽ കണ്ടുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ അവിടെ കൂടുകയാണ്. അപ്പോഴവർ പറഞ്ഞു, നമ്മൾ അള്ളാന്റെ വജഹ് മാത്രം ഉദ്ദേശിച്ച് ചെയ്ത എന്തെങ്കിലും അമലുണ്ടെങ്കിൽ അത് എടുത്തു വെച്ചിട്ട് നമുക്കൊന്ന് അള്ളാഹ് ദ്വാരിക്കാം. ആ 3 ആൾ എടുത്തു വെച്ച് പറഞ്ഞ അമലെന്താ? കുറെ ഖുർആൻ ഓതിയും കുറെ നിസ്കരിച്ചൊന്നുമല്ല പറഞ്ഞത്. ഒരുത്തൻ പറഞ്ഞത് ഉമ്മാക്ക് ചെയ്തു കൊടുത്ത സേവനമായി. ഉമ്മാനും ബാപ്പാനും കഴിച്ച റബ്ബേ എനിക്ക് എന്തുണ്ടായിരുന്നുള്ളൂ, അവർക്ക് വേണ്ടി ഞാൻ എല്ലാം ചെയ്യുള്ളൂ. എൻ്റെ കുറ്റാഗ്രഹത്തിൻ്റെ തിന്നാൻ കൊടുക്കണമെങ്കിൽ ഉമ്മ തിന്നാതെ ഞാൻ കൊടുക്കലില്ല. ഞാൻ രാത്രി ഭക്ഷണവുമായി ബന്ധമ്പോൾ എൻ്റെ അമ്മ ഉറങ്ങിയിട്ടുണ്ട്, കുട്ടികൾ വിശന്ന് കഴിഞ്ഞിട്ട് ഞാൻ കൊടുത്തില്ല, എൻ്റെ അമ്മ തിന്നാതെ ഞാൻ തരൂല എന്ന് പറഞ്ഞിട്ട് കാത്തിരുന്നു റബ്ബേ. എൻ്റെ മക്കള് വിശന്ന് കരഞ്ഞ് ഒരു ഉറങ്ങിപ്പോയി റബ്ബേ, എന്നിട്ട് ഞാൻ അവർക്ക് കൊടുത്തില്ല. ഇത് ഞാൻ ചെയ്ത റബ്ബേ നിന്റെ വജഹ് മാത്രം കാണിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് അല്ലാഹ് രക്ഷപ്പെടുത്തണേ. ഒരു കുടുക്കില് എടുക്കാൻ പറ്റിയ സമ്പാദ്യം, എല്ലാ വഴിയും മുട്ടുമ്പോൾ എടുക്കാവുന്ന സമ്പാദ്യം. നബി ഞങ്ങൾ പറയാ, പാറ ലേശാണ് നീങ്ങി ഈ ദുആണ്ട്. 3 മുത്ത മനുഷ്യന്മാരെ ഉന്തിയിട്ട് നീങ്ങാത്തത് ഈ ദുആയെ കൊണ്ട് ലേശാണ് നീങ്ങി. അപ്പൊ ഓൻ പറഞ്ഞ അമലെന്താ? ഉമ്മാനെ നോക്കിയത്. രണ്ടാമൻ പറഞ്ഞെന്താ? തെറ്റ് ചെയ്യാൻ സാഹചര്യം ഉണ്ടായിട്ട് അള്ളാഹിനെ പിടിച്ചു പോയിഞ്ഞതാ. അപ്പൊ എൻ്റെ എളാപ്പാനെ മോളുണ്ടായിരുന്നു, എനിക്ക് ഏറെ ഇഷ്ടപ്പെട്ട കുട്ടിയാണ്, ഞാൻ അവളെ പ്രേമിച്ചിരുന്നു. പലപ്പോഴും ഞാൻ ഓളെ സമീപിക്കാൻ പ്രാപിക്കാൻ വേണ്ടി പല വഴികളും നോക്കി, പക്ഷെ ഓൾ തയ്യാറായില്ല, ഓളൊക്കെ ഒഴിഞ്ഞു പോയി. അങ്ങനെ ഓക്കൊരു സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നു, ഒരു പൈസക്ക് അത്യാവശ്യം വന്നപ്പോൾ എൻ്റെ അടുത്ത് വന്നു കടം ചോദിക്കാൻ വേണ്ടി. അപ്പൊ ഈ ചാൻസ് കിട്ടിയ ചാൻസ് കണക്കാക്കി ഞാൻ പറഞ്ഞു, പൈസ ഞാൻ തരാം, പക്ഷെ എൻ്റെ ശരീരം നീ എനിക്ക് സമർപ്പിക്കണം. ഓളെ സംബന്ധിച്ച് വേറെ നിർവാഹമില്ല, വേറെ പൈസ ഇട്ടാനുമില്ല, മനമില്ല. മനസ്സോടെ ഓള് തയ്യാറായി. ഞാൻ ആ പൈസ കൊടുക്കാൻ റെഡിയായി, പൈസ കൊടുത്ത് ഓളെ എൻ്റെ അടുത്ത് വന്നു. അങ്ങനെ എൻ്റെ കൂടെ അവൾ കിടന്നു. ഞാൻ അവളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ വേണ്ടി ഒരു തയ്യാറായി. അവസാന സമയം ആ ഒരു ലൈംഗിക ബന്ധത്തിലേക്കാണ് നീങ്ങാൻ സമയത്ത് ഓള് പറഞ്ഞു, ഇത്തക്കില്ല, അള്ളാഹനെ സൂക്ഷിക്കണം കേട്ടോ, അവകാശമില്ലാതെ നീ ഈ പണി നീ ചെയ്യരുത്, അത് അള്ളാഹനെ പേടിച്ചോ എന്ന് ഓള് പറഞ്ഞപ്പോ ഞാൻ ആകെ ബേജാറായി പോയി. ഞാൻ അവിടുന്ന് എഴുന്നേറ്റു, ഞാൻ പോന്നു. എൻ്റെ പൈസ നോക്കി ഞാൻ വിട്ടെടുത്തു. ആ ഇത്രയും കാലം മനസ്സിൽ കൊണ്ടുനടന്ന ഒരു ആഗ്രഹമായിട്ട് പോലും റബ്ബേ നിന്നെ പേടിച്ചിട്ട് ഞാനിന്ന് ഒഴിഞ്ഞു. എനിക്ക് വേറെ ഒരു തടസ്സമൊന്നുമില്ല, ഓള് റെഡി വന്നതാണ്. എനിക്ക് യാതൊരു തടസ്സവും ഒരാളെയും പേടിക്കാനില്ല. നിന്നെ പേടിച്ചുകൊണ്ട് മാത്രം റബ്ബേ ഞാൻ അവിടുന്ന് ഒഴിവായത്. ഇത് നിന്റെ വജഹിന് വേണ്ടിയാണ് എന്ന് നിനക്കറിയുമെങ്കിൽ റബ്ബേ നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ. അപ്പൊ അയാൾ പറഞ്ഞ അമലിപ്പ് അതാണ്, ഒരു തെറ്റിന്ന് മാറുന്നത്. 3-ാമത്തെ ആൾ പ്രാർത്ഥിച്ചെന്താ? റബ്ബേ ഞാൻ പെരിയിൽ ഒരാളെ പണിക്ക് വിളിച്ചു, ഓൻ പണിക്കെടുത്ത് വൈകുന്നേരം കൂലി കൊടുക്കാൻ നേരത്ത് ഓൻ പറഞ്ഞു, ഞാൻ പിന്നെ വാങ്ങിക്കോളാം, അവിടെ നോട്ട് എപ്പോൾ തൽക്കാലം എനിക്ക് വേണ്ട. കൂലി വാങ്ങാതെ ഓൻ പോയി. ഞാൻ ആ കൂലിയോടെ വെച്ച് ഓനോട്ട് വന്നത് ഓമ്പിലെ പോയും ചെയ്തു. ഞാൻ ആ കൂലി കൊണ്ട് ഒരു ആടിനെ വാങ്ങി ഇവിടെ ഇട്ടു. കുറച്ച് കഴിഞ്ഞപ്പോൾ ആട് വലുതായി, അത് ഗർഭമുണ്ടായി, ഇത് പ്രസവിച്ചു, അതിൻ്റെ കുട്ടികൾ വലുതായി, അവറ്റക്ക് കുട്ടികളുണ്ടായി. അങ്ങനെ പെറ്റ് പെരുകി വലിയൊരു ആട്ടിൻകൂട്ടമായി മാറി. ഈ സാധു വന്നതൊന്നുമില്ല. കുറേ കാലത്തിന് ശേഷം കണ്ടു ഇയാൾ വരുന്നേ. വന്നിട്ട് പറഞ്ഞു, ഞാൻ പണ്ട് ഇവിടെ പണിയെടുക്കുന്ന ആളാണ്, അന്നൊരു കൂലി വാങ്ങിയിട്ടില്ല, അവിടെ അതെനിക്ക് തരണം. അപ്പം ഞാൻ അങ്ങനെ ആലോചിച്ചു, റബ്ബേ ഓൻ്റെ കൂലിയാണ് അപ്പോൾ ഈ കാണുന്ന ആട് മുഴുവനും. ഞാൻ അവിടെ പറഞ്ഞു, എടാ ഇതൊക്കെ എൻ്റെതാണ്, ഇത് കൊണ്ടേക്ക് പറഞ്ഞു. അപ്പൊ ഈ മനുഷ്യൻ ചോദിച്ചു, യാ അബ്ദല്ലാ അതഹ്സഉ ബി, നിന്റെ കളിയാക്കാണോ ചോദിച്ചു. പണ്ട് പണിയെടുത്ത പൈസക്ക് എന്താ ആളെ കളിയാക്കി അയച്ചു.
അല്ല ആളെ കളിയൊക്കെ അല്ല, ഉണ്ടായതൊക്കെ പറഞ്ഞു. അതൊക്കെ ആ ആടുമെന്നുണ്ടായതൊക്കെ ഇത് മുഴുവൻ എൻ്റെതാണ്, ഇതെടുത്തോ, എനിക്കൊരു പ്രശ്നമില്ല. ആ മുഴുവൻ ആട്ടിനെ പറ്റത്തെയും കൊണ്ട് അയാൾ അങ്ങോട്ട് പോയി. അപ്പം എനിക്കൊരു വിഷമമുണ്ടായില്ല, കാരണം ഓൻ്റെ മുതലാണല്ലോ. ഓൻ അതും കൊണ്ട് പോകുമ്പോൾ ഞാൻ സന്തോഷത്തോടെ നോക്കിയിരുന്നു. എനിക്ക് ഒരു പ്രത്യേകിച്ചൊരു വിഷമം പോയി, എന്നാലും ഓടെ അത് മുഴുവൻ കൊണ്ടായില്ല. വല്ലാത്തൊരു മനുഷ്യനാണ്, ആ തോന്നലുണ്ടായില്ല. ഓൻ അങ്ങനെ ആ ആട്ടും പറ്റ ഒന്നാകെ ഓൻ അതും തോൽച്ചാണ്ട് പോയി. റബ്ബേ, നിന്റെ വജ്ഹ് മാത്രം കാംക്ഷിച്ചുകൊണ്ടാണ് ഞാനിത് കൊടുത്തത്. അവിടെ റബ്ബേ നീ രക്ഷപ്പെടുത്തണേ. ഈ മൂന്നാമത്തെ ദുആ കഴിയുമ്പോൾ ഈ പാറക്കെല്ലാം നീങ്ങി വലിയ പുറത്ത് കളകി നടന്നു. അപ്പൊ ഒരു കുടുക്കപ്പെടുമ്പോൾ അങ്ങനെ എടുക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഡെപ്പോസിറ്റ് നമ്മളടുത്ത് വേണം. എനിക്കും എൻ്റെ റബ്ബിനും മാത്രം അറിയുന്ന, വേറെ ഒരു മനുഷ്യനും അറിയാത്ത, ഒരാളും അറിഞ്ഞിട്ടില്ലാത്ത, എവിടെയും പേരിനും പെരുമക്കൊന്നുമല്ലാത്ത, എവിടെയും രേഖപ്പെടുത്താത്ത എൻ്റെ റബ്ബിനെ മാത്രം അറിയുന്ന ചില സ്വകാര്യമായ അമലുകൾ, അത് ചിലപ്പോൾ നിസ്കാരം ആയിക്കോളുന്നില്ല, സ്വതക്കാവണമെന്നില്ല, ഇങ്ങനത്തെ വല്ലതൊക്കെ അയക്കാം. ഒരു തെറ്റായ അവസരം കിട്ടി റബ്ബേ അള്ളാനെ പേടിച്ചിട്ട് ഒഴിഞ്ഞു. ഒരു വേണ്ടാവൃത്തിക്ക് പോകാൻ അവസരം ഉണ്ടായിരുന്നു, അള്ളാനെ പേടിച്ചിട്ട് ഒഴിവായി പോയി. ഇഷ്ടംപോലെ പൈസ ഇങ്ങനെ വരാനൊരു മാർഗം ഉണ്ടായിരുന്നു, അത് ഹറാമാന്ന് മനസ്സിലായപ്പോൾ വേണ്ടച്ചു. എനിക്ക് അതൊക്കെ ആവാം, അതിലാണ് കൂടിയാൽ മതി. കണ്ടമാനം പൈസ ഇട്ടിരുന്നു. നമ്മൾ ചോദിച്ചാൽ അത് അന്വേഷിച്ചു, ഉസ്താദ്മാർ ചോദിച്ച പോലെ പറഞ്ഞു അത് പറ്റൂല, ഹറാമാണ്, അത് പലിശയാണ്, അത് ഷെയറല്ല, അത് പറ്റൂല, വേണ്ടച്ചു. മറ്റവൻ പറയാൻ ഒരു പോയത്തക്കാരൻ ആരാപ്പതൊക്കെ നോക്കി പറയുമ്പോൾ ആയിക്കോട്ടെ റബ്ബേ എനിക്ക് വേണ്ടി ഒഴിവാക്കിയതാണ്, അത് മതി. അള്ളാഹിനെ മുമ്പ് എടുത്തു പറഞ്ഞപ്പോൾ അത് മതിയാകും നമ്മൾ സ്വർഗത്ത് പോകാൻ. അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ നമുക്കും വേണം. ആകെ ഒരു 50 കൊല്ലം 60 കൊല്ലം 70 കൊല്ലാണ് ഏറെ നമ്മുടെ കിട്ടുക. അതിൻ്റെ അടിയിൽ നമ്മളെ എല്ലാ ഇടാകൂടും, എല്ലാ ഒച്ചപ്പാടും പാടും ദുഞ്ഞാവിൻ്റെ പ്രശ്നങ്ങളും എല്ലാം കഴിഞ്ഞിട്ട് വേണം നമുക്കിതൊക്കെ ചെയ്യാൻ. നമ്മളെ അമലിൻ്റെ കാര്യം എന്നർത്ഥം പറഞ്ഞല്ലോ. നമ്മൾ നിസ്കാരം, നമ്മൾ നോമ്പ്, നമ്മൾ സക്കാത്ത്, നമ്മുടെ ഹജ്ജ്, നമ്മുടെ സ്വതക്കയും അതൊക്കെ ഇഖ്ലാസും നിയ്യത്തൊക്കെ വെച്ച് നോക്കുമ്പോൾ അതിലൊന്നും കാര്യമായിട്ട് നമ്മളെ തീർക്കാനൊന്നുമില്ല. ഇതെല്ലാം കഴിഞ്ഞിട്ട് അള്ളാഹിന് മുമ്പ് ചെല്ലുമ്പോൾ നന്മൻ്റെ തുലാസിലേക്ക് വെച്ചാൽ എന്താ നമ്മളെടുത്തുണ്ടാകാം? ഈമാനും തവക്കലും അഖീദയും തൗഹീദും അതൊക്കെ നമ്മൾ പറയാന്നല്ലാതെ എത്ര കണ്ടതൊക്കെ ഉള്ളിൽ ഇറങ്ങിയിട്ടുണ്ട് നമുക്കറിയാലോ. അപ്പൊ അതിനൊക്കെ ഇടയിൽ എന്തെങ്കിലുമൊക്കെ ഒരു സമ്പാദ്യം കൈവശം വെച്ച് ഇവിടെ പോകാൻ പറ്റാൻ പ്രതീക്ഷിക്കാം. ബാക്കി നമുക്ക് അള്ളാഹു പറയാം, പഠിച്ചോനെ ഇതാ ബൈക്കണ പോലെ ചെയ്തിട്ടുണ്ട്, ബാക്കി നീ കബൂലാക്കണേ എന്ന് നമുക്ക് പറയാം. അത്ര നമ്മോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്, അത്ര ആവശ്യപ്പെട്ടിട്ടുണ്ട്. അല്ല ഭയങ്കരമായി കാലാകാലം പള്ളിക്ക് നീച്ചാതെ ശുചിത കിടക്കുന്ന അതൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല. അവിടെ ആ നിലക്കുള്ള ഒരു മാറ്റത്തിന് നമ്മൾ തയ്യാറാവുക. സർവോപരി തൗഹീദിന്റെ കാര്യം, ശിർക്കിന്റെ അംശം വന്നാൽ എല്ലാം പൊടിയും, ചെയ്തൊക്കെ ബാത്തില്ല, ഒരു സംശയം വേണ്ട. അവിടെ തൗഹീദിൽ ഒരു വിട്ടുവീഴ്ചയുമില്ല. പടച്ചറബിലേക്ക് പൂർണ്ണമായും മനസ്സ് മടങ്ങി തൗഹീദ് പരിപൂർണമായി ഉൾക്കൊണ്ടുകൊണ്ട് ശിർക്കിന്റെ ഒരു അംശത്തേക്കും ഒരു നിലക്കുമുള്ള ഒരു സൂചന പോലുമില്ലാതെ, ചായ്വ് പോലുമില്ലാതെ കറകളഞ്ഞ തൗഹീദുമായി ജീവിച്ചാൽ പടച്ചറബ് കൈയൊഴിയുകയില്ല. അള്ളാഹ് നമ്മളെ കാത്തു രക്ഷിക്കും. നമ്മൾ ജീവിക്കുന്ന കാലഘട്ടം എങ്ങനെയാണ്, ചുറ്റുപാടെങ്ങനെയാണ്, നാടെങ്ങനെയാണ്, ഒരുപാട് ഫിത്തനകളും ഫസാദുകളിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതിനിടയിലും ഒരു വെളിച്ചമായി ഇത്രയും കാത്തു സൂക്ഷിക്കാൻ റബ്ബ് അവസരം തന്നെങ്കിൽ ആ റബ്ബ് നമ്മൾ കൈയൊഴിയുകയില്ല എന്ന ഉത്തമ ബോധ്യത്തോടു കൂടി മുന്നോട്ട് പോവുക. റബ്ബ് സുബ്ഹാനഹു വ തആല എല്ലാ അർത്ഥത്തിലുമുള്ള ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പറഞ്ഞതിലും കേട്ടതിലും ഉപരി ജീവിതത്തെ അമലാക്കി മാറ്റാൻ നമുക്കെല്ലാം റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബാറക്കല്ലാഹു ഫീനാ ജമീഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സംശയം ചോദിക്കാൻ അവസരം ഉണ്ടെന്ന് ഇവിടെ സ്വലായി പറഞ്ഞില്ല. അത്യാവശ്യം ഉണ്ട് ചോദിച്ചാൽ വെറുതെ ചോദിക്കൊന്നും വേണ്ട. ഒരു അവസരം ഉണ്ടായിക്കാൾ ചോദിക്കാൻ ഞാൻ ഇപ്പോൾ മോശമില്ല, മോശമൊന്നുമില്ല. ആവശ്യം ഉണ്ടെങ്കിൽ ചോദിച്ചോളി, അറിയെങ്കിൽ പറഞ്ഞുതരാം, ഇല്ലെങ്കിൽ സ്വലാഹി വേണ്ട അദ്ദേഹം പറഞ്ഞോളും. 9:10 നമുക്ക് നിസ്കരിക്കും വേണം. അതുകൊണ്ട് ഒരു 1, 2, 3 ചോദ്യമൊക്കെ അത്യാവശ്യം ഉണ്ടെങ്കിൽ ഇവിടെ ചോദിച്ചോളി, കൃത്യമായി അറിയെങ്കിൽ ഉത്തരം പറയാം എന്ന് മാത്രം. റബ്ബ് എല്ലാം കബൂലാക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.